നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നവകേരള നിർമ്മിതിക്കായി 25 മേഖലകളിൽ ഊന്നിക്കൊണ്ട് തോമസ് ഐസക്കിന്റെ ബജറ്റ്. എല്ലാ ക്ഷേമ പെൻഷനുകളും 100 രൂപ വർദ്ധിപ്പിച്ചു. 42 ലക്ഷം കുടുംബങ്ങൾക്ക് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. പദ്ധതിയിൽ പെടുന്നവരുടെ പ്രീമിയം സർക്കാർ അടയ്ക്കും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തും. KSRTCയുടെ പുനരുദ്ധാരണത്തിന് 1000 കോടി രൂപ. തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽപാത ഈ വർഷം. മദ്യത്തിന് 2%, സിനിമാ ടിക്കറ്റിന് 10% നികുതി വർദ്ധിപ്പിച്ചു. 2 വർഷത്തേക്ക് ചെറുകിട ഉൽപ്പന്നങ്ങൾ ഒഴികെ എല്ലാത്തിനും 1% പ്രളയ സെസ് ചുമത്തും. സ്വർണം, വെള്ളി ആഭരണങ്ങൾക്ക് 0.5% സെസ്. 3000 ചതുരശ്ര അടിക്ക് മുകളിലുള്ള ആഡംബര വീടിനും അധിക നികുതി. പ്രളയത്തിന് ശേഷം സംസ്ഥാനം അഭിമുഖീകരിച്ച രണ്ടാമത്തെ ദുരന്തം ശബരിമല പ്രക്ഷോഭമെന്ന് തോമസ് ഐസക്. ശബരിമലയ്ക്കായി 739 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 100 കോടിയുടെ പ്രത്യേക സഹായം. പമ്പ, നിലയ്ക്കൽ അടിസ്ഥാന വികസനത്തിന് 147 കോടി. ശബരിമല പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി അടുത്ത മാസം 6-ന് പരിഗണിക്കും. ദേവസ്വം ബോർഡിന്റെ സാവകാശ ഹർജിയും അന്ന് തന്നെ പരിഗണിക്കും. നാഗേശ്വർ റാവുവിനെ നിയമിച്ചതിനെതിരായ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് NV രമണയും പിന്മാറി. രാജസ്ഥാനിലെ രാംഗഡ് നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഉജ്ജ്വല ജയം. BJPയുടെ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ജയം 12,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്. ഹരിയാന ജിന്ദ് മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയം. കോൺഗ്രസ് സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്ത്. നവകേരള നിർമ്മാണത്തിന് 25 പദ്ധതികൾ പ്രഖ്യാപിച്ച് LDF സർക്കാരിന്റെ 4ാം ബജറ്റ് ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ അവതരിപ്പിച്ചു. പ്രളയബാധിത പഞ്ചായത്തുകൾക്ക് 250 കോടി രൂപ വീതമാണ് അനുവദിച്ചിരിക്കുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷൻ 100 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ 5 ലക്ഷം രൂപ സർക്കാർ നിരീക്ഷിക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ബജറ്റിലെ ജനക്ഷേമ പ്രഖ്യാപനങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടു. ശബരിമല, KSRTC, 2ാം കുട്ടനാട് പാക്കേജ്, തീരദേശ വികസനം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയവയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു തോമസ് ഐസക്കിന്റെ 10ാം ബജറ്റ്. സമഗ്ര മേഖലകളെയും പരിഗണിച്ചായിരുന്നു 39,807 കോടി അടങ്കൽ പദ്ധതി ഉൾപ്പെടുന്ന ബജറ്റ് ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള വിഭവ സമാഹരണത്തിന് 25 പദ്ധതികളാണ് തോമസ് ഐസക് വിഭാവനം ചെയ്യുന്നത്. 2020 സുസ്ഥിര സാമ്പത്തിക സ്ഥിതി തിരികെ പിടിക്കുമെന്നാണ് വാഗ്ദാനം. പ്രളയബാധിത പഞ്ചായത്തുകളുടെ പുനരുദ്ധാരണത്തിന് 250 കോടിയാണ് നീക്കിവച്ചിരിക്കുന്നത്. പ്രളയം നാശം വിതച്ച കാർഷിക മേഖലയിൽ വരുമാനം ഇരട്ടിയാക്കാനാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത്. ഇതിനായി 2,500 കോടി നീക്കിവെച്ചു. നാളികേര വികസനത്തിന് 170 കോടിയും റബ്ബറിന്റെ താങ്ങുവിലയ്ക്ക് 500 കോടിയും നൽകും. 2ാം കുട്ടനാട് പാക്കേജിനായി 1000 കോടി. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം അടക്കമുള്ള പദ്ധതികൾക്ക് 2000 കോടിയുടെ ഓഖി പാക്കേജിൽ 1000 കോടി ചെലവഴിക്കും. ഊർജ്ജ മിഷൻ പദ്ധതി പ്രകാരം തലസ്ഥാനത്തെ എല്ലാ KSRTC വാഹനങ്ങളും ഇലക്ട്രിക് സംവിധാനത്തിൽ പ്രവർത്തിപ്പിക്കും. എല്ലാ വീടുകളിലും LED ബൾബുകൾ കുടുംബശ്രീ വഴി ലഭ്യമാക്കും. പ്രവാസികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ചിലവ് നോർക്ക ഏറ്റെടുക്കുമ്പോൾ തെക്കുവടക്ക് റെയിൽപാതയ്ക്കും ജലപാതകൾക്കും പ്രത്യേക പദ്ധതികൾക്ക് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന് 1420 കോടിയാണ് ഇക്കുറി മാറ്റിവെച്ചിരിക്കുന്നത്. കുടുംബശ്രീ വഴി 1000 കോടിയുടെ പദ്ധതികൾ നടപ്പിലാക്കും. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ പദ്ധതി മല എലിയെ പ്രസവിച്ചതുപോലെയാണെന്ന് പരിഹസിച്ച ധനമന്ത്രി സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചും ബജറ്റിൽ വിവരിച്ചു. ക്ഷേമ പെൻഷൻ 100 രൂപ ഇക്കുറിയും വർദ്ധിപ്പിച്ച ധനമന്ത്രി 3 വർഷം കൊണ്ട് പെൻഷൻ 15,000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നും വാഗ്ദാനം നൽകി. വിവാദങ്ങൾക്കിടയിൽ ശബരിമലയ്ക്ക് വാരിക്കോരിയാണ് ബജറ്റിൽ സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 731 കോടി ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് നൽകുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 100 കോടിയും സഹായം നൽകും. ശബരിമല റോഡ് പ്രവൃത്തികൾക്ക് 2016-17 89 കോടി രൂപ, 2017-18 140 കോടി രൂപ, 2018-19 200 കോടി രൂപയും അനുവദിച്ചു. ശബരിമല റോഡുകളായി നിശ്ചയിച്ചിട്ടുള്ള ബാക്കിയുള്ള റോഡുകളും ദീർഘകാല അപ്ഗ്രഡേഷൻ പ്രവർത്തനങ്ങൾക്കായി 2019 200 കോടി രൂപ വകയിരുത്തുന്നു. അങ്ങനെ മൊത്തം 629 കോടി രൂപയാണ് ശബരിമല റോഡുകൾക്കായിട്ട് സർക്കാരിൻ്റെ കാലത്ത് ചെലവഴിച്ചിട്ടുള്ളത്. ഇതിന് പുറമെയാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ സംസ്ഥാന സർക്കാർ 65 കോടി രൂപയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി 17 കോടി രൂപയും വഴി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി 17 കോടി രൂപയും ചെലവഴിച്ചിട്ടുള്ളത്. 2019-20 28 കോടി രൂപ നീക്കിവെക്കുന്നു. അങ്ങനെ ശബരിമലയ്ക്ക് വേണ്ടി മൊത്തം 739 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും KSRTCക്ക് 1000 കോടി, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് 4000 കോടി, ടൂറിസം മേഖലയ്ക്ക് 279, സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്ക് 1290 കോടി, ലൈഫ് മിഷൻ പദ്ധതിക്ക് 1290 കോടിയും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ധനമന്ത്രി തോമസ് ഐസക് നേരിട്ട് എഡിറ്റേഴ്സ് അവറിൽ പങ്കെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബജറ്റ് പ്രൊപ്പോസൽ സംബന്ധിച്ച് സംസാരിക്കും. അതിനുശേഷം സാമ്പത്തിക വിദഗ്ധരായ ഡോക്ടർ N. അജിത് കുമാറും ഡോക്ടർ മാർട്ടിൻ പാട്രിക്കും അണിനിരക്കുന്ന ചർച്ചയും. ആദ്യം ഡോക്ടർ തോമസ് ഐസക്, താങ്കൾ ഒരു പുതിയ നവകേരളം സൃഷ്ടിക്കും എന്ന ആമുഖത്തോടുകൂടിയും
കേരള വികസന മാതൃകയുടെ പുതിയ പതിപ്പ് എന്ന അവകാശവാദത്തിലുമാണ് ഇന്ന് ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം പറയുന്നത് സാധാരണ ധനമന്ത്രിമാർ വിവിധ തലക്കെട്ടുകളിൽ കൃഷി, പരമ്പരാഗത വ്യവസായം, പൊതുജനാരോഗ്യം, പൊതുവിദ്യാഭ്യാസം തുടങ്ങിയ തലക്കെട്ടുകളിൽ പറയുന്നത് താങ്കൾ റീബിൽഡ് കേരള എന്ന ഒരു തലക്കെട്ടിൽ 25 ഊന്നൽ എന്ന മട്ടിൽ അവതരിപ്പിച്ചു എന്നാണ്. ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ നൽകുന്നതാണോ? അവർക്ക് മാമൂല് വിട്ട് ചിന്തിക്കാൻ പറ്റാത്തൊരു സെറ്റാണ്. ഡിപ്പാർട്ട്മെന്റലുകളായിട്ട് ചിന്തിക്കാൻ പറ്റൂ. അതാ പറഞ്ഞതിന്റെ തെളിവാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. എന്താ ചെയ്യുന്നത്? ചില പ്രശ്നങ്ങളുണ്ട്. വയനാട് കാപ്പി കൃഷിക്കാർക്ക് വരുമാനമില്ല. ഇത് വർദ്ധിപ്പിക്കണം. അതിന് സോഷ്യൽ ഫോറസ്ട്രി ഉണ്ട്, തദ്ദേശ ഭരണമുണ്ട്, വ്യവസായമുണ്ട്, കൃഷിയുണ്ട്, മണ്ണുജല സംരക്ഷണമുണ്ട്, ടൂറിസം വകുപ്പുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് സംയോജിത പരിപാടി ഉണ്ടാക്കിയാണ്. ആ സംയോജിത പരിപാടി ഉണ്ടാക്കുന്നു. ഇതുപോലെ കുട്ടനാടിന്, തീരദേശത്തിന് ഏത് പരിപാടി എടുത്താലും അങ്ങനെയാണ്. ഇതൊരു പുതിയ സമീപനമാണ്. ഈ പ്രതിപക്ഷത്തിന് ഇത് വലിയ പരിചയമില്ലാത്തതുകൊണ്ടാണ്. ഇതിൽ പുതുമയൊന്നുമില്ല. ഇത് കൃഷി പറയേണ്ട കാര്യമില്ല, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത്. അറിഞ്ഞു തന്നെ അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ പ്രശ്നങ്ങളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, പ്രശ്ന മേഖലകളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള ചില നൂതന പരിഹാരങ്ങൾ ജനീയ പങ്കാളിത്തത്തോടുകൂടി നടപ്പാക്കാൻ പറ്റുന്നവ ആവിഷ്കരിച്ച് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബജറ്റ് തുടങ്ങിയത് തന്നെ ശ്രീനാരായണ ഗുരുവിനെയും അതുപോലെ തന്നെ കുമാരനാശാനെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ്. ബജറ്റിൻ്റെ പുറംചട്ടയിൽ അയ്യങ്കാളിയും പഞ്ചമിയും. നവോത്ഥാന മ്യൂസിയം പ്രഖ്യാപിച്ചിരിക്കുന്നു. ദാക്ഷായണി വേലായുധൻ സ്മാരക അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതൊക്കെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് നൽകണം എന്നുദ്ദേശിച്ചാണോ? അതെ, ഒരു ബഡ്ജറ്റ് പ്രസംഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നവോത്ഥാനം അതൊരു സാംസ്കാരിക പ്രവർത്തനം മാത്രമായിരുന്നില്ലേ, സാമൂഹ്യ പ്രവർത്തനം മാത്രമായിരുന്നില്ല. ആധുനിക കേരള സമ്പദ് വ്യവസ്ഥയ്ക്ക് വഴിയൊരുക്കുന്നതിൽ ഈ നവോത്ഥാനം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇപ്പോൾ മാക്സ് വെബറുടെ റിലിജൻ ആൻഡ് റൈറ്റ്സ് ഓഫ് ക്യാപിറ്റലിസം ത്തെക്കുറിച്ചുള്ള പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ക്യാപിറ്റലിസം, ഇതിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷം ഉണ്ടല്ലോ ആധുനിക ലോകത്തിനുള്ളത്. അത് ഈ നവോത്ഥാനമാണ് സൃഷ്ടിച്ചത്. ഇന്നിപ്പോൾ കേരളം കേരള വികസന മാതൃകയുടെ ഒരു പുതിയ പതിപ്പിന് വേണ്ടിയുള്ള നവകേരളത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ നവോത്ഥാന മൂല്യങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ആ മുന്നോട്ട് പോക്കിൻ്റെ ഭാഗമായിട്ടാണ് അയ്യങ്കാളിയായാലും കുമാരനാശാനായാലും അതുപോലെ നവോത്ഥാന നായർക്ക് ആമുഖത്തിലും മറ്റും ഇത്രയേറെ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ പ്രളയ സാഹചര്യത്തെ എങ്ങനെ അഭിമുഖീകരിക്കാം, എങ്ങനെ കേരളം പുനർനിർമ്മിക്കാം എന്ന് താങ്കൾ ആലോചിക്കുന്നു? നോക്കൂ, കഴിഞ്ഞ ബജറ്റിൽ ഓഖി സംബന്ധിച്ച് 2000 കോടിയുടെ വകയിരുത്തൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പ്രതിപക്ഷം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തവണ തീരദേശ മേഖലയിൽ റീബിൽഡ് കേരളയിൽപ്പെടുത്തി 1000 കോടി അവിടേക്ക് നീക്കിവെക്കുമ്പോൾ തീരമേഖലയിൽ കഴിഞ്ഞ തവണ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടോ എന്ന പ്രശ്നം, എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരില്ലേ? പ്രോഗ്രസ് റിപ്പോർട്ട് നൽകാം. 2000 കോടി പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞത് റീബിൽഡ് കേരള ഇതിൽ കൂടുതൽ വിപുലീകരിച്ച് ഒരു പദ്ധതിയായി ഉൾപ്പെടുത്തുമെന്നാണ്. 2000 കോടി പ്രഖ്യാപിച്ചിൽ എന്ത് കടന്നു? ഒന്ന്, 252 കോടി രൂപയ്ക്കുള്ള സീ വാളും പുലിമുട്ടിനുമൊക്കെ അനുവാദം കൊടുത്തു ടെൻഡർ നടപടിയിലേക്ക് നീങ്ങുകയാണ്. 2, ഇതിനു പുറമെ നമ്മൾ ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ സമ്പ്രദായം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. സീ വാളിനൊക്കെ നല്ലത് അതാണ് എന്ന അഭിപ്രായമുണ്ട്. ഫിഷ് അഗ്രിഗേറ്റിംഗ് ഡിവൈസുമാണ് തീര സംരക്ഷണത്തിന്, തീരം വെച്ച് വളർത്തുന്നതിന് സഹായിക്കും. അതിന് പരീക്ഷ നടത്തുന്നു. വന്നു കഴിഞ്ഞാൽ കിഫ്ബി എന്നതിന് പണം നൽകും. നമ്മൾ സംസാരിക്കുന്നത് ഒരു 500 കോടി രൂപയുടെ കാര്യത്തെക്കുറിച്ചാണ്. 2, പരപ്പനങ്ങാടി ഫിഷിംഗ് ഹാർബർ 115 കോടി, ചെത്തി ഹാർബർ 65 കോടി രൂപ, 300 കോടി രൂപ നബാർഡുമായിട്ട് ഫിഷിംഗ് ഹാർബറിന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഹാർബറുകൾക്ക് മൊത്തം മറ്റൊരു 500 കോടി രൂപയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. തീരത്തിനടുത്ത് താമസിക്കുന്ന 12,000 കുടുംബങ്ങളുണ്ട്. അവയെ പുനരധിവസിപ്പിക്കണം. 10,000 പേരെ ഇപ്പം തന്നെ വേണം. റീബിൽഡ് കേരളയിൽ ഇതുണ്ടാവും. 10 ലക്ഷം വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചത് നമ്മൾ 1000 കോടി രൂപയെക്കുറിച്ചാണ് പറയുന്നത്.
തീരദേശത്തെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളും കിഫ്ബിയിൽ എടുത്തു കഴിഞ്ഞു. എല്ലാ താലൂക്ക് ആശുപത്രിയും കിഫ്ബിയിലെടുത്ത് നവീകരിക്കുന്ന നടപടികൾ നീക്കുകയാണ്. തീരദേശ റോഡുകൾക്ക് ഈ വർഷം 200 കോടി രൂപ വെച്ചിരിക്കുകയാണ്. ഈ വർഷം ചെലവാക്കുന്ന കൂട്ടിയെടുത്താൽ 1000 കോടി രൂപ വരും. നമ്മൾ 2000 കോടിയുടെ പാക്കേജ് ഒക്കെ വെച്ചാൽ 2000 കോടി ആ വർഷം തന്നെ നടപ്പാക്കാൻ പറ്റുമോ? കടൽ ഭിത്തി പണിയണമെന്നുണ്ടെങ്കിൽ അതിന് എസ്റ്റിമേറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണ്ടേ? അതുകൊണ്ട് ഇതിന് തുടർച്ചയുണ്ട്. കണ്ണടച്ചാൽ മാത്രം നിങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റും. ശരി, ഇപ്പോൾ കിഫ്ബി ഇപ്പോൾ തന്നെ അങ്ങ് പരാമർശിച്ചുവല്ലോ. കിഫ്ബി സംബന്ധിച്ച് ഇപ്പോൾ ആദ്യത്തെ ബജറ്റ് മുതൽ ബജറ്റിന് വെളിയിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് പണം കണ്ടെത്താൻ താങ്കൾ വിഭാവനം ചെയ്തിട്ടുള്ള മാർഗമാണ്. അന്ന് തന്നെ പ്രതിപക്ഷം സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ 4ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്, കിഫ്ബിയിലേക്ക് എത്ര പണം ലഭ്യമായി, എത്ര കിഫ്ബി വഴി ചെലവാക്കി, ആ പദ്ധതികൾ ഏത് ഘട്ടത്തിലെത്തി, ഈ കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഒരു വിശദീകരണം ആവശ്യമല്ലേ? ഈ ഘട്ടം ആ തരത്തിലുള്ള ഒരു വിശദീകരണത്തിന് പര്യാപ്തമായിട്ടുള്ള ഘട്ടമല്ലേ? ഇത്തവണത്തെ നിയമസഭാ റിപ്പോർട്ടിൽ വിനോദ് റോയ് സാറിൻ്റെ ഫിഡലിറ്റി കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. കിഫ്ബിയിലെ നടപടികൾ സുതാര്യമാക്കുന്നതിന് വേണ്ടി നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ല, വളരെ ലോകത്ത് അംഗീകാരം നേടിയിട്ടുള്ള വ്യക്തികൾ അവർ കിഫ്ബിയിലെ കാര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കിഫ്ബിയിൽ കുറച്ച് 2 വർഷം എടുത്തിട്ടുണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ 1 വർഷം എടുത്തിട്ടുണ്ട് ചെയ്യാനായിട്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടുമ്പോൾ പ്രോജക്റ്റ് എഴുതി അനുവാദം കൊടുക്കാൻ പറ്റത്തില്ല. ഇത് വളരെ കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഡിസൈൻ നടത്തി മാത്രമേ അനുവാദം കൊടുക്കത്തുള്ളൂ. തയ്യാറിക്കഴിഞ്ഞാൽ അപ്രൈസൽ നടത്തും, എല്ലാം റെഡിയായിരിക്കും. പണത്തിന് മുട്ടുണ്ടാവില്ല, തുടങ്ങിയാൽ അവസാനിക്കും. ഇപ്പം എന്താ, 2016-17 പ്രഖ്യാപിച്ച പരിപാടികൾ 67% ഗ്രൗണ്ടിലായി. 2017-18 പ്രഖ്യാപിച്ച പരിപാടികളിൽ 70% ഇപ്പം ഗ്രൗണ്ടിലായി. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഈ വർഷം 10,000 കോടിയുടെ പ്രവർത്തികൾ പൂർത്തീകരിക്കുമെന്നാണ് കാണുന്നത്. അപ്പം മതിയാനുള്ള പണം, ആ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇപ്പം അത്യാവശ്യമില്ലെങ്കിലും നമ്മൾ മസാല ബോണ്ട് ഇറക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവാസി ചിട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. എവറിത്തിങ് എല്ലാം ചാലുവാണെന്ന് എനിക്കത് മനസ്സിലാകുന്നില്ല എന്താ അതിൻ്റെ പ്രശ്നമെന്ന്. യഥാർത്ഥത്തിൽ കിഫ്ബിയെ സംബന്ധിച്ച് പ്രതിപക്ഷം ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ, അതായത് ആദ്യത്തെ ബജറ്റിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞ ഒരു കാര്യം, ഇതൊരു സ്വപ്നാടനമാണ്. വേറൊരാളുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ വേറെ മറ്റ് പല ആളുകളുടെ കയ്യിലിരിക്കുന്ന പണം കൊണ്ട് ഇവിടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഏത് എങ്ങനെ നടപ്പാവും അങ്ങനെ ചൂണ്ടിക്കാണിച്ചു. ഇതിൻ്റെ പ്രായോഗികത സംശയാസ്പദമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചവർക്ക് മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് എനിക്കറിയേണ്ടത്. ഊരിലോ ഏത് പ്രതിപക്ഷ MLA ആണ് കിഫ്ബിയിൽ നിൽക്കുന്നത് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് വരാത്തുള്ളത്? അവരതിന് പുറകെ കിടക്കുകയാണെന്ന്. ഒരുപക്ഷെ പല സ്ഥലത്തും പ്രതിപക്ഷ MLA-മാർ ഒരു MLA മുൻകൈ എടുക്കുന്ന ഈ പ്രൊജക്റ്റൊക്കെ തയ്യാറാക്കി മുൻകൈ എടുക്കുന്ന താല്പര്യത്തെ ആസ്പദമാക്കിയിരിക്കും. ഞങ്ങളിപ്പോൾ തീരദേശ റോഡ് പണിയുന്നു, എല്ലാ MLA-മാരും വന്നിരുന്ന് ചർച്ച ചെയ്ത് അങ്ങനെ വേണം ഇങ്ങനെ വേണം, ഇവിടെ എലവേഷൻ വേണം, എലവേറ്റഡ് ഹൈവേ മതി എന്നൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ വർത്താനമൊക്കെ രാഷ്ട്രീയ വർത്താനമാണ്. പ്രായോഗികമായിട്ട് അവർ കിഫ്ബി കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും. ഡോക്ടർ ഐസക്, നമുക്ക് ബജറ്റിൽ താങ്കൾ വിഭാവനം ചെയ്യുന്ന പദ്ധതികളിലേക്ക് വന്നാൽ, സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഒരു ബൃഹത് പദ്ധതിയാണ്. 44 ലക്ഷം കുടുംബങ്ങളെ ഉൾക്കൊള്ളുന്ന ബൃഹത് പദ്ധതി. നോക്കൂ, കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ആയുഷ്മാൻ ഭാരത് പദ്ധതിയുണ്ട്. മോഡി കെയർ എന്ന നിലയിൽ അത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് വിളിക്കപ്പെട്ടിരുന്നു. പക്ഷേ കേരളം അത് നടപ്പാക്കാൻ തയ്യാറായില്ല. BJP അത് രാഷ്ട്രീയമായി. കേരളം ഈ കാര്യത്തിൽ ഒളിച്ചോടുകയാണ് എന്ന ആരോപണം തന്നെ മുന്നോട്ട് വച്ചിരുന്നു. ഇപ്പോൾ അതിന് ബദലായി അതല്ലെങ്കിൽ അത് സ്വീകരിക്കാതെ സംസ്ഥാന സർക്കാരിൻ്റെതായ ഒരു സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി രൂപീകരിച്ചിരിക്കുകയാണ്. അത് ഈ ആയുഷ്മാൻ ഭാരതിൽ നിന്ന് അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന് എങ്ങനെയാണ് വിഭിന്നമാകുന്നത്? എന്താണ് അതിലെ വ്യത്യാസം? ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത് ഒരു പൊള്ള പദ്ധതിയാണ്. ആ പറയാനുള്ള വിമർശനം നമ്മൾ പറയും. 30,000 രൂപ ആനുകൂല്യം കിട്ടുന്ന RSPY പദ്ധതിയിൽ 1,200 രൂപ പ്രീമിയം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമ്പോൾ ഇപ്പോൾ 1,100 ഇവിടെ നൽകത്തുള്ളൂ 5 ലക്ഷം രൂപയുടെ ആനുകൂല്യത്തിന്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ, 5 ലക്ഷം രൂപ പൂർണ്ണമായിട്ട് ഇൻഷുറൻസ് കൊടുക്കണമെങ്കിൽ 8,000 രൂപ പ്രീമിയം കൊടുക്കണം.
ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നടപ്പാക്കാൻ പോണ പദ്ധതി നമുക്കൊരു 1000 കോടി രൂപ ചിലവ് വരും. പണം ഉണ്ടായിട്ടില്ല, നമ്മൾ ആ പ്രതിബദ്ധതയോടെ ചെയ്യണം. എത്രയാണ് ഈ മഹത്തായ ആയുഷ്മാൻ ഭാരതിൽ നിന്ന് കിട്ടുമെന്നറിയാം? 100 കോടി രൂപ. ആ 100 കോടി അവർക്ക് ചിലവെല്ലാം നമ്മുടേത്, ക്രെഡിറ്റ് എല്ലാം അവർക്ക്. അത് നടക്കത്തില്ല. നമ്മൾ കാര്യങ്ങൾ ഞങ്ങളോട് തുറന്നു പറയും. ഈ പരിപാടികളെക്കുറിച്ച്, ആയുഷ്മാൻ ഭാരതിനെക്കുറിച്ച് നിശ്ചിതമായ വിമർശനങ്ങൾ വെക്കുകയും ചെയ്യും. ബാക്കിയുള്ള സംസ്ഥാനം വാചകടിക്കുക ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ പരീക്ഷ എന്നൊക്കെ ഉള്ളത്. പക്ഷേ എത്ര പേർക്ക് ആനുകൂല്യം കിട്ടുമെന്ന് നോക്കിയേച്ചാൽ മതി. ഇത് ഇലക്ഷന് വേണ്ടിയിട്ടുള്ളൊരു തട്ടിപ്പാണ്. ഏതായാലും നമ്മൾ ഒരു കേന്ദ്ര സർക്കാർ, ഫെഡറൽ സംസ്ഥാനമാണ്. നമ്മുടെ വിമർശനം പറയുമ്പോൾ തന്നെ 100 കോടിക്ക് 100 കോടി അത് സംസ്ഥാനത്തിന് ഗുണം കിട്ടാൻ വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ഒരു വർഷം കളഞ്ഞു. ആയുഷ്മാൻ ഭാരത് വരുന്നു എന്ന് പറഞ്ഞ് ഇപ്പം മല എലിയെ പ്രസവിച്ച പോലെയായി. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മെയ് മാസം മുതൽ പുതിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കേരളത്തിൽ നടപ്പിൽ വരും. ഡോക്ടർ ഐസക്, അവിടെ ഇപ്പോൾ പ്രീമിയം സംസ്ഥാന സർക്കാർ വഹിക്കുന്ന വിധത്തിൽ പാവപ്പെട്ടവരുടെ പ്രീമിയം വഹിക്കുന്ന മറ്റുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണല്ലോ ഇതും. ഇതിനോടകം രാജ്യത്ത് നടപ്പാക്കപ്പെട്ടിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതികളൊക്കെ കേട്ടിട്ടുള്ള വിമർശനം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗുണം ജനങ്ങൾക്ക് തുച്ഛമേ കിട്ടുന്നുള്ളൂ. ഇൻഷുറൻസ് കമ്പനികളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലാഭം നേടുന്നത് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന അടക്കമുള്ള ഏതാണ്ട് എല്ലാ പദ്ധതികളെക്കുറിച്ചും ഈ ആക്ഷേപം നിലവിലുണ്ട്. ഇവിടെ സംസ്ഥാന സർക്കാർ ഒരു സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതി എല്ലാ ജനങ്ങൾക്കുമായി റോൾ ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ ആ ഒരു ആംഗിളിൽ കൂടി കണ്ടാൽ എങ്ങനെയാണ്? ഇല്ല, നമ്മൾ ഇതിൽ ചേരുന്ന ആളുകൾക്ക് നേരത്തെ നമ്മുടെ RSBY ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെയും രജിസ്ട്രേഷൻ കിട്ടും. ഇതിനു പുറമെയുള്ള വിഭാഗങ്ങളെയും ചേർക്കും. പിന്നെ ഉയർന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് വേണമെങ്കിൽ സ്വമേധയാ അവർ പ്രീമിയം അടച്ച് ചേരാം. അങ്ങനെ ചേരുന്നവർക്ക് 1 ലക്ഷം രൂപ വരെ, ചിലപ്പോൾ 2 ലക്ഷം രൂപ വരെ ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാനുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഷുറൻസ് കമ്പനി നേരിട്ട് പണം കൊടുക്കും. ബാക്കിയുള്ളത് ഇന്ന് കാരുണ്യയിൽ ചെയ്യുന്ന പോലെ സർക്കാർ നേരിട്ട് ഏത് ആശുപത്രിയിലാണോ ചികിത്സ നടത്തുന്നത് അവിടെ കൊടുക്കും. അതിന് അക്രഡിറ്റഡ് ആശുപത്രിയാണ്. ഓരോ പ്രൊസീജിയറിന് ഇന്ന് വില നൽകുന്നുണ്ടും. അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് പ്രീമിയം സർക്കാരിൽ നിന്ന് കൊടുത്ത് സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടിയായിട്ട് ഇത് തകരാൻ അനുവദിക്കില്ല. മറിച്ച് ഇത് നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ഈ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ശരി, ഇപ്പോൾ ബജറ്റിൽ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ടല്ലോ, കമ്മി താങ്കൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നിജപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നികുതി വർധനവ്, വരുമാന വർധനവ് അനിവാര്യമാണ്. GSTയിൽ 30% വർധനവ് താങ്കൾ പ്രതീക്ഷിക്കുന്നു. അതൊട്ടും യുക്തിസഹമല്ല. 30% വർധനവ് ഒരു സിംഗിൾ ഇയറിൽ 30% നികുതി വർധനവ് എന്നുള്ളത് അസാധ്യമാണ്, റിയലിസ്റ്റിക് അല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ധാരാളം ആളുകൾ. അതെ, 30% മാത്രം കേട്ടാൽ പോരാ. അതിന് 3 ഭാഗമുണ്ട്. ഒന്ന്, ഒരു 13%. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 1.5 വർഷക്കാലം GST നടപ്പാക്കിയ കാലത്ത് റിട്ടേണുകൾ ഉണ്ടായിരുന്നില്ല, പരിശോധന ഉണ്ടായിരുന്നില്ല, E-Web ഉണ്ടായിരുന്നില്ല. ആ കാലത്തെ ആനുവൽ റിട്ടേൺ ആദ്യമായിട്ട് കൈ കിട്ടാൻ പോയാണ്. അത് പരിശോധിച്ച് ഈ നഷ്ടപ്പെട്ടു പോയ 13% നികുതി ചോർച്ച അത് നികത്തും, തിരിച്ചു പിടിക്കും. അത് പിടിക്കാൻ പറ്റൂല, പോയി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറഞ്ഞോളൂ. ധനമന്ത്രിക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല. അത് തിരിച്ചു പിടിച്ചേ പറ്റൂ, പിടിക്കും. രണ്ടാമത്തത്, ഈ വർഷം 14% വർദ്ധിക്കാലോ, അത് പ്രായോഗികമല്ലേ? അത് നേടും. അതിനുള്ള പരിപാടികളും പറഞ്ഞിട്ടുണ്ട്. ഇത്ര ആയിക്കഴിഞ്ഞാൽ 27%. നമ്മൾ GST കോമ്പൻസേഷൻ പരിധിക്ക് പുറത്തായി. അപ്പോൾ നമ്മൾ വാറ്റ് കുടിശ്ശിക പിരിച്ചാൽ നമ്മൾക്ക് അത് കിട്ടും. അതുകൊണ്ട് വാറ്റ് കുടിശ്ശിക പിരിക്കാൻ ഏർപ്പാട്, അത് ഒരു 2000 കോടിയെങ്കിലും പിരിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ വെച്ചുള്ള നിർദ്ദേശങ്ങൾ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കൃത്യമായിട്ട് എണ്ണിയ പിരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് പ്രായോഗികമല്ല എന്ന് പറയുന്നവർക്ക് ആ നിലപാടെടുക്കാം. അത് പറഞ്ഞിരുന്നോട്ടെ. ഞാൻ കൈയും കെട്ടിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. സർക്കാരിൻ്റെ വികസന പ്രവർത്തനം നടക്കണം. ഈ പണം സമാഹരിക്കാൻ നമ്മൾ എല്ലാ പരിശ്രമങ്ങളും ചെയ്യും. ബഡ്ജറ്റ് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് 9-ാം തീയതി കിലയിൽ വെച്ച് മുഴുവൻ ടാക്സ് ഉദ്യോഗസ്ഥരെ വിളിച്ചിരിക്കുകയാണ് ചർച്ച ചെയ്യാനായിട്ട്.
12% മുകളിൽ GST ഉള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും സെസ് ചുമത്തിയിട്ടുണ്ട്. പ്രളയ സെസ്സാണ്. പക്ഷേ അത് ഇഫക്റ്റിലാകുമ്പോൾ കേരളത്തിലൊരു വിലക്കയറ്റ സാഹചര്യം ഉണ്ടാകാമോ? എല്ലാ ഉൽപ്പന്നങ്ങൾക്കും GST വന്നതിന് ശേഷം, മുമ്പിലല്ല, GST വന്നതിന് ശേഷം 4% പോയിന്റ് 5% പോയിന്റ് നികുതി കുറഞ്ഞിട്ടുണ്ട് ശരാശരി. 5% കുറഞ്ഞു. അപ്പോൾ 1% കൂടിയുകൊണ്ട് എന്ത് വിലക്കയറ്റം ഉണ്ടാവാനാ? അപ്പോൾ വിലക്കയറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ വിലക്കയറ്റത്തിന് അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അദ്ദേഹം കേരളത്തോട് വിശദീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞോടെ കേരളം ഭരിച്ചിരുന്നപ്പോഴേ UDF 12% വാറ്റ് നികുതി, അത് 14% വർദ്ധിപ്പിച്ചില്ലേ? അതിനെന്താ ന്യായീകരണം? അത് ചെയ്തവരിന്ന് ഈ പ്രളയത്തിൻ്റെ വിഭവസാരഥി നേടുമ്പോൾ 1% സെസ് ഇന്ത്യ സർക്കാരും ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും കരിഞ്ഞ് കേരളത്തെ അനുവദിച്ചിരിക്കുന്നത്, അത് വേണ്ടെന്ന് വെക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ്. ശരി, ഡോക്ടർ ഐസക്, ധനസ്ഥിതിയെക്കുറിച്ച് കൂടി നമ്മൾ സംസാരിച്ചാൽ ഇവിടെ വരുമാന വർധനവ്, GST വന്നതിന് ശേഷം നികുതി വരുമാനത്തിലെ വർധനവ് താരതമ്യേന കുറഞ്ഞ നിലയിലാണ്. അത് സൂചിപ്പിക്കപ്പെട്ടു. എക്കണോമിക് സർവേ അത് ചൂണ്ടിക്കാണിച്ചിരുന്നു. ചെലവ് ചുരുക്കൽ അജണ്ടയിലില്ല എന്ന് താങ്കൾ ഇന്നും വിശദീകരിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ ധനസ്ഥിതി പ്രയാസമുണ്ടാക്കുന്നതാണോ? ചെലവ് ചുരുക്കുക എന്ന് പറയുമ്പോഴേ, ഞാൻ ഈ കാർ വാങ്ങാതിരിക്കുക, TA കുറയ്ക്കുക, ഇന്ന ക്ലാസ്സിൽ യാത്ര ചെയ്യുള്ളൂ, ഇതൊക്കെ സിംബോളിക്കാണ്, അതൊക്കെ തുടരും. പക്ഷേ ചെലവ് ചുരുക്കാനുള്ള മാർഗം എന്ന് വെച്ചാൽ അത് AK ആന്റണി ചെയ്തതാണ്. നിയമനിരോധനം, എല്ലാവരുടെയും ലീവ് സറണ്ടർ എടുത്ത് കളയിൽ, അതല്ലെങ്കിൽ ബേസിക് പുതിയ എൻട്രൻസിന് ബേസിക് സാലറി മാത്രം നൽകൽ, ഇങ്ങനെയൊക്കെയുള്ള ചെലവ് ചുരുക്കൽ. ആ പണിക്കൊന്നും പോകത്തില്ല. അതാ പറയുന്നത്. അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. ഇപ്പോൾ പണമില്ല എന്ന് പറഞ്ഞ പ്ലാൻ കട്ട് ചെയ്യാം, ഇപ്പം ചെയ്യാൻ നിർബന്ധരായി നിന്നിട്ടുണ്ട്. പക്ഷേ ആ രീതി തുടരാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്, ചെലവ് ചുരുക്കിക്കൊണ്ട് സാമ്പത്തിക സുസ്ഥിര നേടുതലല്ല, വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക സുസ്ഥിര നേടുതലാണ് ലക്ഷ്യം. അതിന് ഒരു കൃത്യമായ ലക്ഷ്യം ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അക്കാര്യത്തിൽ ഡോക്ടർ ഐസക്, ഞാൻ ധനസ്ഥിതിയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ പൊതുകടം ഉയർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഡെറ്റ് റേഷ്യോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോശമായ നിലയിലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അങ്ങനെയുള്ള ഘട്ടത്തിൽ താങ്കൾ സാമ്പത്തിക ദൃഢീകരണത്തിലേക്ക്, ഫിസ്ക്കൽ കൺസോളിഡേഷനിലേക്ക് പോകുന്നില്ലേ എന്നുള്ളതാണ്. നമ്മുടെ കടം അപകട നിലയിലൊന്നും എത്തിയിട്ട് ഞാൻ കരുതുന്നില്ല. സാമ്പത്തിക ശാസ്ത്രത്തിലുണ്ടല്ലോ, ഡെറ്റ് അൺസസ്റ്റൈനബിൾ ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ ഡെറ്റിന് കൊടുക്കുന്ന പലിശയേക്കാൾ താഴത്തായിരിക്കണം സാമ്പത്തിക വളർച്ച. അപ്പോൾ അപകടമാണ്, അൺസസ്റ്റൈനബിളാണ്. നമ്മളിപ്പോൾ 11-12% വേഗത വളരുന്നു, നമ്മൾ 9% നമ്മൾ പലിശ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് സസ്റ്റൈനബിളാണ്. കടത്തിൻ്റെ വലിപ്പം കറഞ്ഞിട്ട് നമ്മൾ പേടിപ്പിക്കരുത്. അമേരിക്കയുടെ കടം നമ്മുടെ എത്രയൊക്കെ വലിയ കൂടുതലാണ്. അമേരിക്ക തുടങ്ങിയ പല രാജ്യങ്ങളിലേ ഈ കഴിഞ്ഞ ആഗോള മാന്ദ്യക്കാലത്ത് കടം അവരുടെ ദേശീയ വരുമാനത്തിൻ്റെ 100% എത്തിയെന്ന്. നമ്മളിപ്പോഴും 30%, 30% നമുക്ക് അനുവദനീയമാണ്. അതുകൊണ്ട് വായ്പ ഈ മുതലാളിമാരെല്ലാവരും, കോർപ്പറേറ്റുകൾ അവർ മുതൽ മുടക്കുന്നത് സ്വന്തം കീശയിലെ പണം, അവർ വായ്പ എടുത്ത് നിക്ഷേപം നടത്തുന്നു. നമ്മുടെ സർക്കാരും വായ്പ എടുത്ത് ദൈനംദിന ചെലവ് നടത്തരുത്. നിക്ഷേപം നടത്താൻ മൂലധന നിക്ഷേപത്തിന് വായ്പയെ ആശ്രയിക്കാം. പക്ഷേ ഡോക്ടർ ഐസക്, താങ്കൾ ഇന്ന് ബജറ്റിൽ പറയുമ്പോൾ തന്നെയും വായ്പകളിലെ ഗണ്യമായൊരു ഭാഗം, പകുതിയിലധികം റവന്യൂ ചെലവിലേക്കാണ് പോകുന്നത്, റവന്യൂ ചെലവിന് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് എന്നും പറയുന്നു. ഇതെങ്ങനെയാണ് ഒത്തുപോവുക? നേരത്തെ ഉള്ളത് ഈ പറഞ്ഞതാണ്. നമ്മുടെ കടം വാങ്ങിയതിൻ്റെ 66% കണ്ടോ, ഏതാണ്ട് അത് വരും. അത് ഈ റവന്യൂ ചെലവിന് ഉപയോഗിക്കുകയാണ്. അത് ജഡഭാരമാണ്. കാരണം നമുക്ക് കടബാധ്യത നിൽക്കും, എന്നാൽ ആസ്തിയൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ ഈ വർഷത്തെ ബഡ്ജറ്റിലോ 19-20 ബഡ്ജറ്റിലോ അത് ഏതാണ്ട് 36% നമ്മൾ കുറച്ചു. കടം വാങ്ങുന്ന കൂടുതലും മൂലധന ചെലവിലാണ് വലിയ കുതിപ്പുണ്ടായിട്ടുള്ളത്. വളരെ ബോധപൂർവം വരുത്തിയ ഒരു പരിവർത്തനമാണിത്. അതനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഞാൻ ശ്രമിക്കേണ്ടത്.
തീർച്ചയായും നമ്മൾ ഇനി ബജറ്റിന്റെ വിവിധ പദ്ധതികളിലേക്ക് വന്നാൽ അതിന്റെ തുടക്കത്തിൽ തന്നെ താങ്കൾ സൂചിപ്പിക്കുന്നുണ്ട് 50 ലക്ഷം ചതുരശ്ര അടി IT പാർക്കുകൾ പൂർത്തീകരിച്ചതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമായി കേരളം മാറിയതിനെക്കുറിച്ചും ടെക് മഹീന്ദ്ര, ടെറാ നെറ്റ്, അതുപോലെ തന്നെ നിസാൻ, SR, ഹിറ്റാച്ചി തുടങ്ങിയ കമ്പനികളൊക്കെ ഈ IT മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ പാർക്കുകളിൽ അവർ സ്പേസ് വാങ്ങുന്ന നിലയിലേക്ക് അവർക്ക് ഇവിടെ ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നതായി സൂചിപ്പിക്കുന്നു. കേരളം കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയി മാറുകയാണോ? ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ ഇങ്ങോട്ട് വരികയാണോ? എന്താ അവസ്ഥ? വ്യവസായ കോർപ്പറേറ്റുകൾ വേണ്ടത്ര വരുന്നില്ല. പ്രൊഡക്ഷൻ കോർപ്പറേറ്റ്, അതായത് IT നോളജ് ഇൻഡസ്ട്രീസിൽ അന്തർദേശീയ ദേശീയമായിട്ടുള്ള കോർപ്പറേറ്റുകൾ കേരളം ഡെസ്റ്റിനേഷനായി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് ആളുകൾക്ക് ബോധ്യമില്ലാത്ത കാര്യവും പതിവില്ലാത്ത കാര്യവും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ഒരു 16 ഇനങ്ങൾ 16 കമ്പനികൾ കേരളവുമായിട്ട് കരാർ ഒപ്പുവെച്ചതിൻ്റെയും ഇവിടെ വന്ന് പ്രവർത്തനം ആരംഭിച്ചതിൻ്റെയും കണക്ക് പറഞ്ഞു. ഇതൊരു പുതിയ സംഭവവികാസമാണ്, ശക്തിപ്പെടുത്തേണ്ട ഒരു പ്രവണതയാണ്. തീർച്ചയായും. ഒപ്പം ഈ വയനാട് പാക്കേജ്, അതുപോലെ തന്നെ കുട്ടനാട്, ഇവ താങ്കൾ ഊന്നിയിട്ടുണ്ട് കാര്യമായി, പ്രത്യേകിച്ച് പരിസ്ഥിതി സന്തുലനം കൂടി കണക്കിലെടുത്തുകൊണ്ട്. ഇപ്പോൾ പുറംബണ്ട് ദൃഢീകരിക്കൽ, കനാലുകളുടെ ആഴം വർദ്ധിപ്പിക്കൽ, മാലിന്യം നീക്കൽ, അതുപോലെ തന്നെ സെപ്റ്റേജിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു പരിസ്ഥിതി ആംഗിളിൽ നിന്നുകൂടി പ്രയോജനകരമാകുന്ന വിധത്തിൽ, അതേസമയം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മോഡലിലുള്ള ഒരു വികസന സ്വപ്നം, അതല്ലെങ്കിൽ അതിനൊരു റോഡ് മാപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടും, ഇതിന് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ എന്താകും എന്നുള്ളത് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ? അത് അക്കാര്യത്തിലൊരു ഉറപ്പുണ്ടോ? ഇംപ്ലിമെൻറ്റേഷൻ എപ്പോഴും പ്രശ്നം തന്നെയാണ്. അപ്പം വയനാട് നടപ്പാക്കണമെങ്കിൽ എത്രയോ ഏജൻസികൾ ഒരുമിച്ച് പ്രവർത്തിക്കണം, അത് പ്രവർത്തിപ്പിക്കാൻ പറ്റണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ഞാൻ ഇക്കാര്യം സംസാരിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി വളരെ ചിട്ടയായിട്ട് കാര്യങ്ങൾ റിവ്യൂ ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ്. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെയുള്ള മേജർ പ്രൊജക്റ്റുകൾ പല ഡിപ്പാർട്ട്മെൻറ്റ് ഏജൻസി ഇൻവോൾവ് ആയിട്ടുള്ളത് അത് 2-3 മാസത്തിൽ ഒരിക്കൽ റിവ്യൂ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും എന്നാണ് എൻ്റെ തോന്നൽ. തീർച്ചയായും. വളരെ അംബീഷ്യസ് ആയി മറ്റൊന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ചാണ്. തിരുവനന്തപുരം ഇലക്ട്രിക് പൊതുജന ഗതാഗത സംവിധാനമുള്ള ഒരു പട്ടണമാക്കി മാറ്റാൻ ആലോചിക്കുന്നു. 10,000 ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ ഇനി നിരത്തിൽ ഇറങ്ങാൻ പോകുന്നു. അങ്ങനൊരു പദ്ധതി വരുമ്പോൾ അതിന് വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതിൻ്റെ സാങ്കേതിക സൗകര്യങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അതുകൂടി അഭിസംബോധന ചെയ്യേണ്ടി വരില്ലേ? ഇപ്പോൾ നമുക്ക് അങ്ങനെ ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിലേക്ക് ഇറക്കാൻ കഴിയുന്ന പശ്ചാത്തലമുണ്ടോ? ഇപ്പം ഇല്ല, അടിയന്തരം ഉണ്ടാക്കണം. ഇപ്പം ബസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബസ് സംവിധാനം ഉണ്ടാക്കാം, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന തൽക്കാലം വേണമെങ്കിൽ വെറ്റ് ലീസിന് എടുത്തിട്ട് കാര്യം ഓടിക്കാമല്ലോ. ഇത് ചെയ്യണം വെറ്റ് ലീസിന് എടുത്തിട്ടാണെങ്കിലും, കാരണം ഒരു നട്ടോ അതുകൊണ്ടില്ല, വലിയൊരു അനക്കം ഉണ്ടാകും. ഇപ്പോൾ ഓട്ടോറിക്ഷ ഓട്ടോമൊബൈൽസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓട്ടോറിക്ഷ നമ്മൾ മുഴുവനും നഗരത്തിൽ ഇലക്ട്രിക് ഓട്ടോയിലൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാചകവാത സിലിണ്ടർ കൊണ്ടുപോയിട്ട് മാറ്റിയെടുക്കാൻ പറ്റൂലേ? അതുപോലെ നിങ്ങളുടെ ബാറ്ററിയുടെ ചാർജ് നിന്ന് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനിൽ ചെന്ന് ആ ബാറ്ററി കൊടുത്തിട്ട് പുതിയ ബാറ്ററി എടുത്തുകൊണ്ട് പോവാം. നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി പോയി കിടക്കുകയൊന്നും വേണ്ട. അങ്ങനെയുള്ള സ്വൈപ്പിംഗ് സമ്പ്രദായങ്ങൾ ഏജൻസികൾ നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ കേരളം മുഴുവൻ ഒറ്റയടിക്കൊന്നും പറ്റില്ല. തിരുവനന്തപുരത്ത് നമുക്കിത് ചെയ്തു നോക്കിക്കളയാം. അങ്ങനെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ നഗരമായിട്ട് തിരുവനന്തപുരത്തെ മാറ്റാം. തീർച്ചയായും. അതേമാതിരി തന്നെയുള്ള നൂതനം എന്ന് തോന്നിക്കുന്ന 2 പദ്ധതികളാണ്. ഒന്ന് ആലപ്പുഴ കേന്ദ്രീകരിച്ച് നടത്തുന്ന ബോട്ട് ലീഗ്, അതുപോലെ തന്നെ സ്പൈസസ് റൂട്ട് പദ്ധതി. കേരളത്തിലെ വിവിധ തീരദേശ നഗരങ്ങളെ അതിൻ്റെ പൈതൃക സമ്പത്ത് സംരക്ഷിച്ചുകൊണ്ട് കൂട്ടിയിണക്കി കൊണ്ടുള്ള പദ്ധതി. ഇത് രണ്ടും യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ടൂറിസം പൊട്ടൻഷ്യൽ പരിഗണിച്ചുകൊണ്ട് അതിനെ ഒന്ന് ടാപ്പ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ, എന്നുള്ള ഉദ്ദേശത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നവയാണോ? നോക്കൂ, ഈ 2 പ്രൊജക്റ്റുകളും ബോട്ട് ലീഗ് നമ്മുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് അല്ലേ. പക്ഷെ അത് എന്താ തുഴച്ചിലുകാർ, നീ എത്ര പരിതാപകര സ്ഥിതി എന്നറിയാമോ? പണ്ട് എല്ലാവരും തുഴഞ്ഞു കിടന്നിരുന്നവരാ, ഇപ്പം തുഴക്ക് പ്രാക്ടീസ് ചെയ്യണം. ഒന്നും കൊടുക്കൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നിൽക്കുമോ? ഈ വള്ളങ്ങൾ ഉണ്ടാവും. സോ നമ്മളത് ബോട്ട് ലീഗ് അടിസ്ഥാനത്തിലാകുമ്പോഴും ഇവർക്കൊരു 3-4 മാസക്കാലം ശമ്പളം കൊടുക്കണമെന്ന്, നമ്മുടെ വള്ളങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പണം കൊണ്ടാക്കി കൊടുക്കാമെന്ന്.
പക്ഷെ അതിലുപരി ഒരു ടൂറിസ്റ്റ് സീസൺ പുതിയത് വരും. കേരളത്തിൽ വന്നാൽ നമുക്ക് ഇത് കാണാം, ഏത് ആഴ്ച വന്നാലും കാണാൻ പറ്റും. അത് ടൂറിസത്തിന് വലിയ ഉത്തേജകമാകും. നമ്മുടെ കായൽ ടൂറിസവുമായി ബന്ധപ്പെടുത്തി ഇതിനെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ സ്പൈസസ് റൂട്ട് പൈതൃക പദ്ധതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ടൂറിസം പദ്ധതികളല്ല. ഞാൻ കാണുന്നത് നമ്മുടെ പൈതൃകത്തെ സംരക്ഷിക്കുന്നതാണ്. ഈ കെട്ടിടങ്ങളിൽ നിന്നുള്ള ടാഞ്ചിബിൾ ഹെറിറ്റേജ് മാത്രമല്ല, നമ്മുടെ സംസ്കാരം, കല, ഇതെല്ലാമായിട്ട് രാഷ്ട്രീയം, ഇതെല്ലാമായി ബന്ധപ്പെട്ടുള്ള ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് കൂടി വേണം. ഇപ്പോൾ മുസ്രീസ് പദ്ധതി ഈ വർഷം പൂർത്തിയാക്കും. ഞാൻ പറയാം, മുസ്രീസിൽ യൂറോപ്യൻസും ഒക്കെ എല്ലാം കൂടുതൽ വരിക. നമ്മുടെ എല്ലാ സ്കൂൾ കുട്ടികളും അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു റൗണ്ടടി ഈ മുസ്ലിംസിലൂടെ നടത്തുകയാണെങ്കിൽ കേരള ചരിത്രത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്മാരകം അവിടെ ഉണ്ടെന്ന്, അവിടെ ഒരു കൊച്ചു മ്യൂസിയം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കേരള ചരിത്രത്തെക്കുറിച്ച് പഠിക്കാം. ഈ അവിടുത്തെ സന്ദർശനം എന്ന് പറയുന്ന കുട്ടികൾക്ക് 2 ദിവസത്തെ ഷോർട്ട് കോഴ്സ് ഇൻ കേരള ഹിസ്റ്ററി, അല്ല ഒരാഴ്ചത്തെ ലോങ് കോഴ്സ് ഇൻ കേരള ഹിസ്റ്ററി അതിനുള്ള കേന്ദ്രമാക്കി മാറ്റാം. നമ്മുടെ ചരിത്രത്തെ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും എല്ലാമുള്ള ഒരു വലിയ പദ്ധതി. അതിൻ്റെ സ്പിൻ ഓഫാണ് ടൂറിസം എന്ന് പറയുന്നത്. ഈ സ്പൈസസ് റൂട്ട് നമ്മുടെ സിൽക്ക് റൂട്ട് പോലെ, ചൈനയുടെ സിൽക്ക് റൂട്ട് പോലെ നമ്മുടെ സ്പൈസസ് റൂട്ട് നമ്മുടെ ടൂറിസത്തിനും വളർച്ചയ്ക്ക് ഏറ്റവും വലിയ സംഭാവനയായിട്ട് മാറും. തീർച്ചയായും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപാധിയാണ് കുടുംബശ്രീ. ഇപ്പോൾ താങ്കൾ അതിൽ വിഭാവനം ചെയ്യുന്നത് പാവപ്പെട്ട 25,000 സ്ത്രീകൾക്കെങ്കിലും 400 മുതൽ 600 രൂപ വരെ പ്രതിദിന വരുമാനം ഉണ്ടാക്കുന്ന തരത്തിൽ CDSകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള തൊഴിൽ മേഖലകളിലെ പരിശീലനവും തൊഴിൽ ഫോഴ്സിനെ ഉണ്ടാക്കലുമാണ്. അത് ഏത് തരത്തിലാണ് പ്രായോഗികവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്? കുടുംബശ്രീക്ക് ഇപ്പോൾ ഒരുപാട് സൂക്ഷ്മ സംരംഭങ്ങളുണ്ട്. വിപണനം നടക്കുന്നില്ല, അതുകൊണ്ട് പൊളിഞ്ഞു പോകുന്നു. അപ്പോൾ വികേന്ദ്രീകൃതമായ ഉൽപ്പാദനം, കേന്ദ്രീകൃതമായ മാർക്കറ്റിംഗ്, ഇതാണ് ആദർശം. അതിന് വലിയൊരു എടുത്തിയാട്ടം നടത്താൻ പോയ 12 ഉൽപ്പന്നങ്ങൾ ഇപ്പം തന്നെ വിജയപദം എന്ന് കണ്ടിട്ടുള്ളത്. അവ ബ്രാൻഡ് ചെയ്ത് വികേന്ദ്രീകൃതമായി ഉൽപ്പാദിപ്പിക്കുക, കേന്ദ്രീകൃതമായി വിൽക്കുക. അത് വിൽക്കുന്നതിന് വേണ്ടിയുള്ള മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് വേറെ ഉണ്ടാവും. അത് നമ്മുടെ പാവപ്പെട്ട സ്ത്രീകൾ നടന്ന് ചെയ്യേണ്ട കാര്യമല്ല. സോ മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് അവരതിൻ്റെ വിൽപ്പന കാര്യങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ലോകത്ത് അറിയപ്പെടുന്ന ബ്രാൻഡായിട്ട് കുടുംബശ്രീയെ നമുക്ക് മാറ്റണം വിപണി മേഖലയിൽ. അതുപോലെ സർവീസിങ്, ഇന്നിപ്പോൾ നോക്കിയോളൂ, ലൈഫ് മിഷനോട് ബന്ധപ്പെട്ട് എല്ലാ പഞ്ചായത്തിലും ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുകൾ വർക്ക് ചെയ്യുക, പ്ലംബിംഗ് സർവീസ് ഗ്രൂപ്പുകൾ, ജെറിയാറ്റിക് കെയറിനുള്ള ഗ്രൂപ്പുകൾ, ഇത്തരത്തിലുള്ള സേവനങ്ങൾ നൽകുക. ഒരു 400-600 രൂപ സ്ത്രീക്ക് ഉറപ്പിടുക, അല്ല 200 രൂപയൊന്നുമല്ല, 400-600 രൂപ ക്വാളിറ്റി ജോബ്സ് ആയിട്ട് മാറ്റണം. ഇതൊക്കെ സംഘപ്രവർത്തനം പ്രൊഫഷണലൈസ് ചെയ്യണം, ദൃശ്യമാവണം. അല്ലാതെ അദൃശ്യമായിട്ട് ഈ പണി വീടുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഏർപ്പാടില്ല, ദൃശ്യമാക്കി ഇതിനെ മാറ്റണം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു മുൻകൈ ഇന്ന് കുടുംബശ്രീ എടുക്കാൻ പോവുകയാണ്. അത് സ്ത്രീയുടെ തൊഴിലിനെ ദൃശ്യമാക്കുന്നത് വഴി കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും എന്നാണ് ആ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും പൊതുജനാരോഗ്യവും വിദ്യാഭ്യാസവും കൂടി സ്പർശിച്ചതിന് ശേഷം ഞാൻ താങ്കളെ ഒഴിവാക്കാം. ഇപ്പോൾ 2.5 ലക്ഷം കുട്ടികൾ പുതുതായി പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്നു. 94% പേർ TC വാങ്ങി വന്നവരാണ് എന്ന് താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി. അത് ഈ കഴിഞ്ഞ 2-3 വർഷത്തെ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെയും പഠന നിലവാരം ഉയർച്ചയുടെയും പ്രതിഫലനമായി ഉണ്ടായതാണോ? അതെ. ഇത് കുട്ടികളുടെ, തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയല്ലേ ഇന്ന്. 94% പേര് TC മേടിച്ച് വന്നിരിക്കുന്നില്ലേ. ഇപ്പം തങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ വലിയ ഫീസും ടൈയും ഷൂട്ടും ഒക്കെ കൊടുത്ത് നടക്കുന്നതിനേക്കാൾ നന്നായിട്ട് നമ്മുടെ പള്ളിക്കൂടത്തിൽ പഠിക്കുന്നു. ഇത്രയും ലക്ഷം പേർക്ക് തോന്നിയല്ലോ. യഥാർത്ഥത്തിലുണ്ടല്ലോ, എനിക്ക് സ്വല്പം പേടിയുണ്ട്. അത്രയ്ക്ക് വലിയ പ്രതീക്ഷയാണ്. നമ്മളൊന്നും മാറ്റിക്കഴിഞ്ഞിട്ടില്ല. കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നു, കമ്പ്യൂട്ടർ വന്നിരിക്കുന്നു, അധ്യാപക പരീക്ഷ നടക്കുന്നു. പക്ഷെ ആളുകളിൽ വലിയ പ്രതീക്ഷയാണ്. ഇന്ന് നന്നാവാൻ പോയാണെന്നൊരു തോന്നല് ഒത്തിരി നാൾക്ക് ശേഷം. അപ്പോൾ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കേരള സർക്കാർ ലഭിച്ചാൽ ഏറ്റവും നല്ല വലിയ അംഗീകാരമാണ്. ഇതുപോലെ തന്നെയാണ് ആശുപത്രികൾ. വരുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. എനിക്ക് എണ്ണത്തിൻ്റെ കണക്കൊന്നുമില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് ബഡ്ജറ്റിൽ വെച്ച തുകയുടെ ഇരട്ടി കൊടുത്താൽ ഇപ്പോൾ കാര്യം നടക്കുന്നുള്ളൂ. അവരോട് നിരന്തരമായിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് തീർന്നെന്നും അല്ല വേണമെന്നും ഉള്ള തർക്കമാണ്. എന്തുകൊണ്ടാണ് കൂടുതൽ മരുന്ന് മേടിക്കേണ്ടി വരുന്നത്? കൂടുതൽ രോഗികൾ വരുന്നത്.
ഇതൊക്കെ നമ്മൾ നഷ്ടമായിട്ടല്ല കാണേണ്ടത്, നമ്മുടെ സർക്കാർ ലഭിക്കുന്ന വലിയ അംഗീകാരമായിട്ടാണ്. തീർച്ചയായും ഇപ്പോൾ പൊതുജനാരോഗ്യ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ 4000 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു, CHCകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി, അവിടങ്ങളിൽ ഈവനിങ് OP തുടങ്ങി അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഒരുപക്ഷെ സർക്കാരിന് സൂചിപ്പിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ആരോഗ്യരംഗം ആകെ എടുത്താൽ, ഹെൽത്ത് കെയർ സെക്ടർ ആകെ എടുത്താൽ സ്വകാര്യ മേഖലയിലും അതിനേക്കാൾ കൂടുതൽ വലിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാകുന്നു. ഹെൽത്ത് കെയർ എന്നുള്ളത് ചെലവേറിയതായി മാറുന്നു. അപ്പോൾ സർക്കാരിന് ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും ആളുകൾക്ക് ചെറിയ തുകയ്ക്ക് അവരുടെ ആരോഗ്യ സംരക്ഷണം സാധ്യമാകുന്ന വിധത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ആരോഗ്യ മേഖലയിൽ 100% കഴിഞ്ഞിട്ടുണ്ടോ? അതിലുള്ള അവകാശവാദം എത്രമാത്രമാണ്? ഒരിക്കലും ഇല്ലായിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. നമുക്കിപ്പോൾ 150 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ് 200 കൂടി എടുക്കും. കാരണം ചിലവുള്ള ഏർപ്പാടാണേ. ഇത്രയും ചെയ്യുന്നതിന് തന്നെ 4200 പോസ്റ്റ് ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്, ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ. ഇതുപോലെ നമ്മുടെ തൃതീയ ആശുപത്രികളിലൊക്കെ കൊണ്ടുവരുന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, കെട്ടിടങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് സൗജന്യവും സാർവത്രികവുമായിട്ടുള്ള പ്രാഥമിക ആരോഗ്യ സേവനം കൊടുക്കും സർക്കാർ. 2, അഫോർഡബിൾ പ്രൈസ് വിലയിൽ നമ്മുടെ തൃതീയ ദ്വിതീയ മേഖലകളിൽ ചികിത്സ നൽകും. ഇതിന് രണ്ടിനുമുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതൊരു വലിയ അംഗീകാരമാണ് ജനങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്ന കാര്യം പറയാൻ പറ്റും. തീർച്ചയായും വിദ്യാഭ്യാസ രംഗത്ത് എനിക്ക് ഇന്നത്തെ ബജറ്റിൽ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് തോന്നുന്നത്, ശ്രദ്ധ എന്ന പദ്ധതിക്ക് ഒരു 10 കോടി രൂപ നീക്കിയിരിപ്പുണ്ട്. പരിഹാര ബോധന പരിപാടി എന്നൊരു എനിക്ക് തോന്നുന്നു പുതിയതാണെന്ന് ഒരു പുതിയ നിർദ്ദേശം കൂടി. അതായത് പിന്നാക്ക മേഖലകളിലടക്കം പഠന പിന്തുണ നൽകുക, സ്കൂളുകളിൽ നൽകുന്ന വിദ്യാഭ്യാസത്തിന് അപ്പുറത്തേക്ക് പരിഹാര ബോധന പ്രക്രിയ കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. അത് ഏത് നിലയ്ക്ക് പ്രയോജനകരമാകും? അതെ, നമ്മൾ ഈ പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രമാക്കാം, മികച്ച കുട്ടികൾക്ക് ഒരുപാട് സംരംഭം കൊടുക്കുമ്പോൾ ഇത് പിന്നോക്കുന്ന കുട്ടികളെ നമ്മൾ പരിഗണിക്കണ്ടേ? അവർക്ക് പ്രോഗ്രാംസ് ഉണ്ടാവണ്ടേ? പിന്നോക്കം നിൽക്കുന്നവരെ മുമ്പിലേക്ക് കൊണ്ടുവരണം. അതിന് സ്കൂളിലുള്ള പരിപാടിയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്, സ്കൂൾ കേന്ദ്രീകൃതമാണ്. പക്ഷെ ഇത്തവണത്തെ ബഡ്ജറ്റിൽ പുതിയൊന്നുകൂടിയുണ്ട്. സ്കൂളിന് പുറത്തും പഠന പിന്തുണ നൽകുന്നതിന് അത് സന്നദ്ധ സംഘടനകളെല്ലാം ബന്ധപ്പെട്ട് ലൈബ്രറികളിൽ പഠനമുറികൾ ഉണ്ടാക്കി. ഞങ്ങൾ ആലപ്പുഴയിൽ ഇതുപോലെ ഒരു പ്രതിഭാതീരം എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വീട്ടിൽ എല്ലാ വർഷവും കത്ത് കൊടുക്കും. തീരദേശത്തുള്ളത് മക്കളെ ഞങ്ങളവരെ മിടുമിടുക്കന്മാരാക്കാം. ഇപ്പോൾ 2ാം വർഷമാണ്, അടുത്ത വർഷം 3ാം വർഷം. ഇപ്പം 200 പേരുണ്ട്, അടുത്ത വർഷം ഒരു 300 പേരാവും. അവർക്കെല്ലാം വൈകുന്നേരം ഇരുന്ന് പഠിക്കാൻ സൗകര്യം, അവർക്ക് മെൻറ്റേഴ്സ്, അവർക്ക് സ്പെഷ്യൽ ക്ലാസ്സുകളും കോച്ചിങ്ങും പരിഹാര പിന്തുണ പരിപാടികൾ, അവർക്കുള്ള പാഠ്യേതര പ്രവർത്തനങ്ങൾ, അവർക്ക് പിക്നിക്കുകൾ, അവർക്ക് പഠനയാത്രകൾ, ഇങ്ങനെ എല്ലാത്തരം ആക്ടിവിറ്റികളിലൂടെയും സ്പോർട്സ്, കല, അവരെ സമ്പൂർണ്ണ സ്വഭാവ വളർച്ചയിൽ പങ്കുവഹിക്കാം. ഇതിൻ്റെ വേറൊരു നല്ല രൂപമാണ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്, പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള 2 പരിപാടികളും വരുന്നുണ്ട്. ആ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ആവേശം നൽകുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രോഗ്രാമുകൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും. ഒപ്പം ശബരിമലയെ സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 100 കോടി എന്നുള്ളത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, ശബരിമലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് റോഡുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചത് കൃത്യമായി എണ്ണി പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ശബരിമലയിൽ കാണിക്കയിടരുത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വരുമാനം കുറയ്ക്കണം എന്നൊക്കെ ക്യാമ്പയിനുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഏത് സാഹചര്യത്തിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ശക്തമായ പിന്തുണ, സർക്കാർ തലത്തിൽ സാമ്പത്തികമായ പിന്തുണ ഉണ്ടാകും എന്നറിയിക്കാനുള്ള ഒരു സന്ദേശമുണ്ടോ അതിൽ? ഉണ്ട്. ഇവിടെ സംഖ്യകൾ പറഞ്ഞു കിടക്കുന്നത്, ആദ്യം പറഞ്ഞു കിടന്നത് ക്ഷേത്രത്തിൻ്റെ വരുമാനമെല്ലാം സർക്കാർ കൊണ്ടുപോയെന്നാണ്. പിന്നെ സർക്കാർ കവരുന്നതുകൊണ്ട് ഇനി കാണിക്കിടരുതെന്ന്. ഈ ദേവസ്വങ്ങളെ തകർക്കുക അവരുടെ ലക്ഷ്യമാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിരോധം ഇവിടെ ഈ സംഖ്യകൾ എന്തൊക്കെ ചെയ്താലും ഈ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കും. അതുകൊണ്ടാണ് 100 കോടി രൂപ കാണിക്ക കുറഞ്ഞു. അതുകൊണ്ട് സർക്കാർ 100 കോടി അങ്ങോട്ട് കൊടുക്കും.
തീർച്ചയായും. അവസാനമായി ഇപ്പോൾ 25 പദ്ധതി റീബിൽഡ് കേരളയ്ക്ക് വേണ്ടി, കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി, നവകേരള സൃഷ്ടിക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. ഇത് കേവല ഭാവനയല്ല, അതിനപ്പുറത്ത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ട് എന്ന് സർക്കാർ അവകാശപ്പെടുന്നുമുണ്ട്. അടുത്ത ബജറ്റ് ആകുമ്പോൾ 1 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്, ഇത്ര കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇത്രയാണ് എന്നൊരു പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുമോ അടുത്ത ബജറ്റ് ആകുമ്പോൾ? വെക്കണം, വെച്ചേ പറ്റൂ. 25 പരിപാടി കൃത്യമായിട്ടുണ്ടല്ലോ എന്ന്. അതുകൊണ്ട് അടുത്ത വർഷം എനിക്കറിയാം ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച് വരുമ്പോൾ 25 ഓരോന്നിൻ്റെയും പ്രോഗ്രസ് റിപ്പോർട്ട് ചോദിക്കൂ എന്നുള്ളത്. മുഖ്യമന്ത്രിയുടെ ശൈലിയാണെങ്കിൽ എല്ലാ വർഷവും മാനിഫെസ്റ്റോയിൽ പറഞ്ഞ 600 ഓനങ്ങൾ ഓരോന്ന് എത്ര നടപ്പാക്കി എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഇതിനും പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാവും. തീർച്ചയായും. വളരെ നന്ദി ഡോക്ടർ തോമസ് ഐസക്. ഈ ബജറ്റ് ദിവസത്തിൽ, തിരക്ക് പിടിച്ച ദിവസത്തിൽ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ അജിത് കുമാർ, ശ്രീ മാർട്ടിൻ പാട്രിക്, എനിക്ക് തോന്നുന്നു ഞാൻ ബജറ്റിൽ ശ്രദ്ധിച്ച ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ധനമന്ത്രിയോട് അതിൻ്റെ സമാധാനം ആരാഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഡോക്ടർ അജിത് കുമാർ ഈ ബജറ്റിനെ സംബന്ധിച്ച് ഒരു പ്രളയ സാഹചര്യത്തിൽ കേരള പുനർനിർമ്മാണം എന്ന അജണ്ട കൂടി മുന്നോട്ട് വെച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന ബജറ്റാണ്. ഇത് എത്രമാത്രം പ്രായോഗികമാണ്? എത്ര മാർക്ക് കൊടുക്കും? മാർക്ക് കൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു അനാലിസിസ് നമ്മൾ നടത്തണം. മാർക്ക് ഞാൻ അധികം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊടുക്കാൻ ഇത്തിരി മടിയുണ്ട്. 5-നേക്കാൾ കൂടുതൽ ഞാൻ കൊടുക്കില്ല. കാരണം എന്താ പറഞ്ഞാൽ പലതും ഇംപ്ലിമെൻറ്റേഷൻ, അത് താങ്കളും വളരെ കൃത്യമായി ഡോക്ടർ തോമസ് ഐസക്കിനോട് ചോദിച്ചത്, ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യത്തിൽ ഈ സർക്കാർ ഇത്തിരി എന്തായാലും പിന്നിലാണ്. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ഒരുവിധം എല്ലാ പദ്ധതികളും അതേ സ്ഥലത്ത് അവിടെ തന്നെ നിൽക്കുക. പക്ഷെ എന്തായാലും പുതിയ പദ്ധതികൾ കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. ഉള്ള ചിലവ് ഉള്ളത് പണം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവർ പലതും ചെയ്യുന്നുണ്ട്. കാരണം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇത്തവണത്തെ ബജറ്റ് ഉള്ളത്. 1,42,000 കോടി രൂപ, അതാണ് ബജറ്റിൽ എക്സ്പെൻഡിച്ചർ. മാത്രമല്ല സംസ്ഥാനം ഇപ്പോൾ നല്ലൊരു നിലയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 2 പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഞാൻ കണ്ടത്. ഒന്ന് വിദ്യാഭ്യാസ മേഖല, എൻ്റെ മേഖല വിദ്യാഭ്യാസ മേഖല, അതിൽ 2.5 ലക്ഷം കുട്ടികൾ കൂടുതൽ കൂടി. പക്ഷെ അതൊരു പ്രശ്നവും അതിൻ്റെ കൂടെ ഉണ്ട്. ഈ കുട്ടികളൊക്കെ വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു ഗവൺമെൻറ് സ്കൂള് നമ്മളിപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ അതിൻ്റെ പ്രൈവറ്റ് സ്കൂളിനെ പോലും വെല്ലുന്ന വിധത്തിലാണ് കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത്. കിഫ്ബിയൊക്കെ നന്നായിട്ട് അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് എത്രയുണ്ട്? കാരണം എനിക്ക് തന്നെ അറിയാവുന്ന പലരും ഈ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് പോയി. എന്തുകൊണ്ടാണ്? ഗവൺമെൻറ് സ്കൂൾ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടില്ലാന്ന്. പക്ഷെ അവർ വന്നിട്ട് പിന്നെ വന്ന് പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ, അവിടുത്തെ അധ്യാപകരുടെ ഗുണനിലവാരം അത് മെച്ചപ്പെടുത്താനുള്ള യാതൊരു പദ്ധതിയിലും അവിടെ നടന്നിട്ടില്ല. അത് ഈ ബജറ്റിൽ ഞാൻ പ്രതീക്ഷിച്ചതാണ്. അവർക്ക് തീർച്ചയായിട്ടും ഗുണനിലവാരത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റും. കാരണം ഒരു ഭാഗത്ത് പുറത്തുനിന്ന് ഇത് കാണിച്ചാൽ മാത്രം പോരാ. കാരണം പലയിടത്തും ഇപ്പോൾ മാരേജ് കോളേജിൽ പഠിച്ച ഞാൻ അന്ന് പരിവർത്തന പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്, ആദ്യമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം ഉണ്ട്. കോളേജിൻ്റെ ഒക്കെ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പം ഇതുപോലെയല്ല. പക്ഷെ അകത്തുള്ള അധ്യാപകർ പ്രഗത്ഭന്മാർ. പുറത്ത് എന്നുള്ളത് മാത്രമല്ല, നമുക്കൊരു കാമോഫ്ലാഷ് അല്ല വേണ്ടത്, നമുക്ക് പുറത്തുള്ളത് തന്നെ ഉള്ളിലും. കാരണം വിദ്യാർത്ഥികൾ നമ്മളിത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ 2.5 ഇപ്പം വന്നിരിക്കുന്ന എല്ലാം ബിൽഡിംഗ് കണ്ടിട്ടാണ്. ബിൽഡിങ്ങും ഫെസിലിറ്റിയും മാത്രമല്ല അഡ്മിഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടില്ലായ്മയും കാരണമാണ് ഇപ്പോൾ എല്ലാ കുട്ടികളും വന്നിരിക്കുന്നത്. പക്ഷെ അവർ നിലവാരം നിൽക്കണമെങ്കിൽ, കാരണം കയറിയ വളരെ പല വിദ്യാർത്ഥികളും ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് സ്കൂളിൽ കയറിയിരിക്കുന്ന പല കുട്ടികളും എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കുട്ടികൾ. അവർ പറഞ്ഞിട്ടുണ്ട്, അവരുടെ പേരൻസ് പറഞ്ഞു കൊണ്ടുപോയി ചേർത്തു, നല്ല സാഹചര്യം, നല്ല എയർ കണ്ടീഷൻ റൂംസ്, കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഉണ്ട്. പക്ഷേ പഠന ഗുണനിലവാരം വളരെ ശരി ഇതാണ്. അപ്പോൾ അതൊരു ആ ആസ്പെക്റ്റിൽ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടതായിരുന്നു ഈ ബഡ്ജറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം സാർ പറയുമ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അത് ആ ഭാഗത്തേയും പുനർചിന്തനം നടന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ശരി, ശ്രീ മാർട്ടിൻ പാട്രിക്, നമ്മളൊരു ഓവറോൾ അനാലിസിസ് നടത്തിയാൽ ഇപ്പോൾ ഡോക്ടർ ഐസക് എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്ന് വെളിവാക്കി കഴിഞ്ഞു. ഇതിൻ്റെ ഡയറക്ഷനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ സാധ്യതയെക്കുറിച്ചും എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല, ഈ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചില പ്രശ്നങ്ങളുടെ നടുക്ക് നിന്ന് ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ ഇതൊരു സാമാന്യം മെച്ചപ്പെട്ട ഒരു ബഡ്ജറ്റായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റുകളിൽ പല പ്രോജക്റ്റുകളും കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന വാദം ശരിയാണ്.
അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യപ്പെടാതിരിക്കുന്നത് ഒരു കുറ്റമാണോ എന്നുള്ളതാണ് ഒറ്റൊരു ചോദ്യം. കാരണം മാർച്ച് വരെ നമുക്ക് സമയമുണ്ട്. അതെ, അല്ല അത് മാത്രമല്ല, നേരത്തെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇത് ഒറ്റ വർഷം കൊണ്ട് നമ്മൾ ഓഖി 2000 കോടി പറഞ്ഞല്ലോ, ഇത് എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം കംപ്ലീഷൻ എടുക്കുന്ന പദ്ധതികൾ കൂടിയല്ലേ? അല്ലേ, അതാണ് ഞാൻ പറയാൻ വന്ന അടുത്ത പോയിന്റ്. അപ്പോൾ ഒന്ന് പിന്നീട് വർഷ പ്രോജക്റ്റുകളാണ്. അപ്പോൾ ഇതുകൊണ്ടിട്ട് മാത്രമല്ല, നമ്മൾ പലപ്പോഴും പണ്ട് ബഡ്ജറ്റിനെ വിമർശിച്ചിരുന്നത് തന്നെ കണ്ടിന്യൂവേഷൻ ഉണ്ടാകുന്നില്ല, കണ്ടിന്യൂറ്റി ഉണ്ടാകാത്തത് കൊണ്ടിട്ട് ഒരു പ്രോജക്റ്റ് നടപ്പിലാകുമ്പോൾ അത് അവിടെ ഇട്ടിട്ടു എന്ന്. നമുക്കറിയാം കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് പൂർത്തീകരിക്കപ്പെടുന്നില്ല, അതിനെ നമ്മൾ വിട്ടുകളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അതല്ല, നമ്മൾ അതിനെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ടിന്യൂറ്റി എപ്പോഴും ഒരു നല്ല ഒരു സംഭവമായിട്ട് വേണം കണക്കാക്കേണ്ടത്. പക്ഷേ ആവർത്തന പ്രോജക്റ്റുകൾ തന്നെയാണ് അതൊരു കുറ്റമായിട്ടാണോ കാണേണ്ടതെന്നുള്ളത് നമ്മൾ ഡിബേറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പിന്നീട് സാമ്പത്തിക ശാസ്ത്ര അറിവ് വെച്ചിട്ട് അതൊരു കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബഡ്ജറ്റിൻ്റെ ഏറ്റവും ഒരു സവിശേഷത എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞത് നവനിർമ്മാണത്തിൽ ഊന്നിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണെന്ന്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കാണുന്നത്. ആ നവനിർമ്മാണത്തോടൊപ്പം തന്നെ പിന്നീട് ക്ഷേമ പദ്ധതികളും ഇതിനകത്തുണ്ട്. പക്ഷെ അതിന് ഫോക്കസ് വന്നില്ല, അല്ലെങ്കിൽ അത് ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞ് തീർന്നാൽ നമുക്ക് കാണാൻ ആരോഗ്യ മേഖലയിൽ അഭിലാഷ് അതൊരു ക്ഷേമ പദ്ധതിയാണല്ലോ. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ 100 രൂപ കൂട്ടിയത്, പ്രവാസികൾക്ക് വേണ്ടി സാന്ത്വനം പദ്ധതി, ഇങ്ങനെ നമുക്ക് ഒരു 8-10 പരിപാടികളെങ്കിലും നമുക്കിതിനകത്ത് ആശാ വർക്കേഴ്സിൻ്റെ ഹോണറേറിയം കൂട്ടിയത്, അതും അവരുടെ ക്ഷേമത്തിലാണ് എത്തുന്നത്. അങ്ങനെ ക്ഷേമത്തിനും കൂടി ഒരു റോള് ഇതിനകത്ത് കൊടുത്തതായിട്ട് കാണാം. അത് പ്രോപ്പറായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ വിലയിരുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ 25 പ്രോജക്റ്റുകളുടെ മോഡിയിൽ എല്ലാവരും അങ്ങ് വീണുപോയി, അതിൻ്റെ പുറകെ അങ്ങ് സഞ്ചരിച്ചു. അതുകൊണ്ടിട്ട് ഇതിനകത്ത് ഞാൻ കാണുന്നത് ഒരു പിന്നീട് കൃത്യമായിട്ട് ഇപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കാൻ തയ്യാറായി അതിനൊരു ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. കാരണം ക്ഷേമപ്രവർത്തനം മാത്രമായിട്ട് പോകുമ്പോൾ ഇലക്ഷൻ്റെ പറയുക നാളെ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ബഡ്ജറ്റ്, കേന്ദ്ര ബഡ്ജറ്റിൽ കാണാൻ പോകുന്ന എല്ലാം ക്ഷേമപ്രവർത്തനത്തിൻ്റെയും അഗ്രികൾച്ചറിൻ്റെ ഫോക്കസിൻ്റെയും പുറകിലായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒന്ന് പോകാതെ ധൈര്യമായിട്ട് നമ്മളുടെ പ്രളയത്തിൻ്റെ കെടുതിയും അതേസമയം സമ്പദ് വ്യവസ്ഥയ്ക്ക് കിട്ടിയ ആഘാതവും കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം, ആ തിരിച്ചറിവ് എങ്കിലും ഈ ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട്. തീർച്ചയായും അത് വളരെ വലിയൊരു കാര്യം. തീർച്ചയായും. ശ്രീ അജിത് കുമാർ, ഒന്ന് ഇതിൻ്റെ ഫോക്കസ് ഈ പറഞ്ഞതുപോലെ വികസനത്തിലും ക്ഷേമത്തിലുമാണ്. പക്ഷേ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും എല്ലാ ധനമന്ത്രിമാരും ചെയ്യുന്നതാണ്. അക്കാര്യത്തിൽ അത്ഭുതകരമായ ഒന്നുമില്ല. എങ്കിൽ പോലും അതൊരു നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. ഇവിടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ വന്നിട്ടില്ലേ? ഉദാഹരണത്തിന് ഇപ്പോൾ വയനാട്ടിലെ കാപ്പി അത് ബ്രാൻഡ് ചെയ്ത് ഇത് കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ള ഇടത്ത് ഉണ്ടാക്കുന്നതാണ് എന്ന നിലയ്ക്ക് വിപണനം ചെയ്യാൻ പോവുകയാണ്. ഇവിടെ മാത്രമല്ല പുറത്തും അങ്ങനെ ഒരു സാധ്യത. ഇവിടെ നേരത്തെ മന്ത്രി സൂചിപ്പിച്ച ബോട്ട് ലീഗ്, അതല്ലെങ്കിൽ ഈ പറയുന്ന പൈതൃക നഗരങ്ങളെ, തീരദേശ പട്ടണങ്ങളെ ബന്ധിപ്പിക്കുന്ന, അദ്ദേഹം സിൽക്ക് റൂട്ടിനെയാണ് ഉദാഹരിച്ചത്, നമ്മുടെ സ്പൈസസ് റൂട്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ടാപ്പ് ചെയ്യാത്ത ഒരു പൊട്ടൻഷ്യൽ നോക്കുന്ന, അതിനെ അറ്റംപ്റ്റ് ചെയ്യുന്ന ഒന്നല്ലേ? പല കാര്യത്തിലും അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട് നേരത്തെ. ഇപ്പം കേരള സർക്കാരിനെ പറ്റി ഏറ്റവും വലിയൊരു പരാതി പഴയ ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ കേരള സർക്കാർ നോൺ ടാക്സ് റവന്യൂവിൽ അധികം ടാപ്പ് ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ ആ കാര്യത്തിൽ നോൺ ടാക്സ് റവന്യൂ ഇത്തവണയും വലിയ ടാപ്പിംഗ് നടന്നില്ല. കാരണം അദ്ദേഹത്തിനൊരു വളരെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം പണ്ട് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഈ പുഴകളിൽ നിന്നുള്ള ഡാമുകളിൽ നിന്നുള്ള ഒരു മണൽ വാരൽ എന്നൊരു പദ്ധതി കൊണ്ടുവന്നിട്ട് അതൊരു വലിയൊരു ഫ്ലോപ്പായി മാറി. മാത്രമല്ല ഇപ്പോൾ തന്നെ ഈ കിഫ്ബി ആണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ മെയിൻ ടാർഗറ്റ്. പക്ഷേ കിഫ്ബിയിൽ ഇപ്പോൾ തന്നെ താങ്കളൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു, കിഫ്ബിയുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തരുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് തരാൻ പറ്റുന്നില്ല. അതൊരു തീർച്ചയായിട്ടും അത് ഒരു ഷോർട്ട് കമ്മിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. 60% പ്രോജക്ട്സ് നമ്മൾ തുടങ്ങിയത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. 70% ഇതൊക്കെ എന്തൊക്കെയാണ് ചെയ്തിരിക്കണം. ഒരു കാര്യം ശരിയാണ്, റോഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. റോഡ് ഡെവലപ്മെൻറ്റ് വളരെ, പക്ഷേ ആ റോഡ് ഡെവലപ്മെൻറ്റിലൊരു പ്രശ്നം എന്താണ്, അദ്ദേഹം ടോൾ ഫ്രീ റോഡ്സാണ് അദ്ദേഹം പറയണത്. അതിലാണ് എനിക്ക് അദ്ദേഹമായിട്ടുള്ളൊരു ചെറിയൊരു, ഇപ്പോൾ ടോൾ ഫ്രീ റോഡ്സ് റവന്യൂ ജനറേറ്റിംഗ് അല്ല. കാരണം ഇത് നമ്മൾ ഇപ്പോൾ അദ്ദേഹം മസാല ബോണ്ട് എന്ന് പറഞ്ഞു. മസാല ബോണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഒരുവിധം സക്സസ്ഫുൾ ആയി. അപ്പോൾ മസാല ബോണ്ട് എന്നൊക്കെ പറഞ്ഞ കാര്യം എത്തണം, ഇത് പണ്ട് US ഇക്കോണമി പോലെ ആവാൻ പാടില്ല.
ഡെറ്റ് വല്ലാണ്ട് കൂടിയത് ചൂണ്ടിക്കാണി ഇപ്പൊ കിഫ്ബി വന്ന വർഷം പറഞ്ഞത് വെച്ചാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇത് സ്വപ്നമാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഒന്ന്, ഇത് നടപ്പായി. രണ്ട്, ഇതിന്റെ കംപ്ലീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത് വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ്. അത് നമ്മൾ കംപ്ലീറ്റ് ആവാൻ ഇപ്പോൾ ഭരണാനുമതി കിട്ടിയ പദ്ധതികൾ 5-6 വർഷം എടുക്കാമെന്ന ഒരു സാഹചര്യമുണ്ട്. ബജറ്റിൽ പൈസ ഇല്ലാത്തപ്പോൾ ബജറ്റിന് പുറത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നു. അത് എത്ര ചെറുതാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ള ഒരു അഡ്വാൻറ്റേജ്. തീർച്ചയായിട്ടും അതിന്റെ ഉദ്ദേശശുദ്ധി ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് തരാൻ പറ്റുന്നില്ല, അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ മാത്രമല്ല ഇപ്പം രണ്ടാമത്തെ ഇപ്പം ഞാനത് അവരുടെ ഡിസ്കഷനിൽ കണ്ടു. ഏറ്റവും എല്ലാം കൂടി എത്ര കോടി രൂപ നമ്മുടെ ഇപ്പം കയ്യിലുണ്ട്, എന്തിനാണ് നമ്മളിപ്പോൾ ഇത്രയും പദ്ധതികളുമായിട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പം ദുരിതാശ്വാസ നിധിയിൽ എത്രയുണ്ട്, ഇപ്പം കേന്ദ്ര സർക്കാർ നൽകി, അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് വിവരം കിട്ടിയില്ലെങ്കിലും ഞാനൊരു ഡിസ്കഷനിൽ കേട്ടതെന്നാൽ ഏകദേശം 7000 കോടി രൂപ ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ തന്നെ പദ്ധതികൾക്കായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു യൂട്ടിലൈസേഷൻ എങ്ങനെ, ഇതൊക്കെയാണ് ഈ ചോദ്യങ്ങൾ. അങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. പ്രധാനമായിട്ടും ഇപ്പോൾ ദുരിതാശ്വാസ നിധി 3228 കോടി രൂപ കളക്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഈ 3228 കോടി രൂപ എങ്ങനെയാണ്? ഇപ്പോൾ ആദ്യം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ദുരിതമുള്ള പഞ്ചായത്തുകൾക്ക് 250 കോടി വെച്ച് കൊടുക്കും എന്നുള്ള ഒരു സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് അല്ലാതെ അതൊക്കെ ശരിക്കും യൂട്ടിലൈസേഷൻ. കാരണം ഒരു സാമ്പത്തിക വിദ്യാർത്ഥിയെ എനിക്ക് അതും വളരെ താല്പര്യമുള്ള ഒരാളാണ്. ഞാനൊരു പൊളിറ്റീഷ്യനൊന്നുമല്ല. പക്ഷേ കാരണം നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു വളരെ വ്യത്യസ്തമായ സ്റ്റേറ്റ്. പിന്നെ വേറൊരു കാര്യം, ഈ 1% എന്താ പറയുക ടാക്സ് കൊടുത്തതുകൊണ്ട് നമ്മുടെ ഒരു സെസ് വന്നതുകൊണ്ട് ഇവിടെ വില കൂടുതൽ കേരളത്തിലെ ആൾക്കാർക്ക് ഒരു പ്രശ്നമല്ല. കാരണം ഇപ്പം തന്നെ ഞങ്ങളുടെ പെർ ക്യാപിറ്റൽ ഇൻകം വളരെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, 7th ലാർജസ്റ്റ് ആണ്, ഇന്ത്യയിലെ 7ാം സ്ഥാനമാണ്. ഇന്ത്യൻ ആവറേജിനേക്കാൾ 60% കൂടുതലാണ് കേരളത്തിൻ്റെ പെർ ക്യാപിറ്റൽ ഇൻകം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വരുമാനം നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മൾ റോഡിൽ കണ്ടാൽ തന്നെ ഓരോ ദിവസം കാണുന്ന ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് വെഹിക്കിൾസ് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ? പ്രോഗ്രസ് ഇവിടെ 1% ഇൻക്രീസ് ഇൻ കേരളത്തിൽ. അതുപോലെ പൊളിറ്റീഷ്യൻസ് പറയുന്നതല്ലാണ്ട് സാധാരണ ജനങ്ങൾക്ക് തീരെ അത് ബാധിക്കാനേ പോകുന്നില്ല. അത് തീർച്ചയായിട്ടും മിക്കവാറും ഇതിന്റെ താഴ്ന്ന സ്ലാബിലേക്ക് വരികയും ചെയ്തു. അത് മാത്രമല്ല 12%, 13% ആകെ 18%, 1% ഒക്കെ കൂടിയതുകൊണ്ട് ഇപ്പം ഈ 12%, 18%, 28% ആരാ ഉപയോഗിക്കുന്നത്? അത് സാമ്പത്തികമായിട്ട് ശരിക്കും അതാണ് ഏറ്റവും കൂടുതൽ ചിലവാകുന്നതും. ഇപ്പോൾ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ശരിക്കും ഒരു സർവേ, ഇപ്പം എൻ്റെ ഒരു 2-3 സ്റ്റുഡൻസ് അതിൻ്റെ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ എന്നോട് ഏറ്റവും കൂടുതൽ കമ്മോഡിറ്റീസ് ചിലവാകുന്നത് 12%, 18% GST ഉള്ളതാണ്. അതോ വാങ്ങിക്കുന്നവരാണ് എല്ലാവരും. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ എന്താ പറ്റുന്നത്, ഇപ്പോൾ വരുമാനം കുറയുന്ന ആൾക്കാരും അവർ ക്വാളിറ്റി കോൺഷ്യസ് ആണ് ഭയങ്കരമായിട്ട്. അപ്പോൾ ഈ ക്വാളിറ്റി കോൺഷ്യസ് അവർ വാങ്ങിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ 1% വർദ്ധിച്ചതുകൊണ്ട് ഇവിടെ വലിയ പണപ്പെരുപ്പം, അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. എന്താ പറയുക, വെറുതെ ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ മതി. സാഹചര്യം ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ഇതൊരു പ്രശ്നം ഉണ്ടാകാനേ പോകുന്നില്ല. അത് തീർച്ചയാണ്. ശരി, ശ്രീ മാർട്ടിൻ പാട്രിക്ക്, ഒന്ന് എനിക്ക് വേറൊരു കാര്യം ഉള്ളത്, സാധാരണ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല എന്നൊരു പരാതി എല്ലാ കാലത്തും ഉള്ളതാണ്. ഇവിടെ നമ്മൾ എറണാകുളത്തടക്കം IT പാർക്കുകൾ വരികയും കൂടുതൽ ഇതിപ്പോൾ 50 ലക്ഷം ചതുരശ്ര അടി പുതിയതായി കെട്ടിടം ഉണ്ടാവുകയും അവിടങ്ങളിലേക്ക് കമ്പനികൾ വരികയും ഇവിടെ സംയുക്ത സംരംഭങ്ങൾ ആരംഭിക്കുകയും ചെയ്ത ഉദാഹരണം പേരെടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. 300 തൊഴിൽ നൽകാൻ വിദേശ കമ്പനികൾക്ക്, ഓരോ വരുന്ന കമ്പനികൾക്കൊക്കെ അങ്ങനെ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അതുപോലെ തന്നെയാണ് ഈ ഇന്നൊവേഷൻ സോണിനെ കുറിച്ചും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചും പറയുന്നത്. വലിയ കോർപ്പറേറ്റുകൾക്ക് ഇവിടെ വരാൻ, ഏറ്റവും കുറഞ്ഞത് IT സെക്ടറിലെങ്കിലും വരാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടില്ലേ? അത് തീർച്ചയായിട്ടും നമ്മൾ ഈ സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങൾ അത്യന്താപേക്ഷിതമാണിതിന്. അതുകൊണ്ടിട്ടാണ് സർക്കാർ ശക്തമായിട്ട് ഇത്തരം ആഹ്വാനങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ ധനമന്ത്രി സൂചിപ്പിച്ചതിനകത്തുണ്ട്, മാനുഫാക്ചറിങ് സെക്ടറിൽ വേണ്ട വണ്ണം വരുന്നില്ല. IT-യിൽ പ്രത്യേകിച്ച് വേണമെങ്കിൽ നോളജ് ബേസ്ഡ് തൊഴിലധിഷ്ഠിത സെക്ടറുകളിൽ ധാരാളമായിട്ട് വരുന്നുണ്ട്. IT എനേബിൾഡ് സർവീസസിലൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് പക്ഷേ എനിക്കതിലുള്ളൊരു അഭിപ്രായം, നമുക്ക് ആ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് വളരെ നേരത്തെ കിട്ടിയ സംസ്ഥാനമാണ്. അത് നമുക്ക് തുടർന്ന് വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഇപ്പോഴൊരു തിരിച്ചറിവ് നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടിയിട്ട്, പ്രത്യേകിച്ച് ഈ ബഡ്ജറ്റ് അത് നല്ല ഊന്നൽ കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കാര്യമുണ്ട്, IT-യുടെ ഉണ്ട്. അങ്ങനെ വിവിധ തരത്തിൽ മൊത്തത്തിലൊരു സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ളൊരു ചിന്ത ഈ ബഡ്ജറ്റിനകത്ത് കടന്നു വരുന്നത്, അതെനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. അത് പലപ്പോഴും പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര ശക്തമായിട്ട് ഒരു സംരംഭകത്വ പ്രോത്സാഹനം പറഞ്ഞിട്ടുള്ള ഒരു ബഡ്ജറ്റ് അടുത്ത സമയത്ത് ഉണ്ടായിട്ടില്ല. ഒരു 3 വർഷത്തെ
ബഡ്ജറ്റ് പരിശോധിച്ച് കഴിഞ്ഞിരുന്നാൽ കാണാൻ കഴിയുന്നില്ല. അത് ഒരു പിന്നീട് മെസ്സേജാണ്, എല്ലാവർക്കും പോകുന്ന ഒരു മെസ്സേജാണ്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഈ ഇതിനകത്തുള്ള പിന്നീട് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സുകളും മറ്റ് സംരംഭങ്ങളും നമ്മുടെ സ്റ്റേറ്റ് വിട്ട് പോകാതിരിക്കുന്ന സാഹചര്യം രൂപപ്പെടണം. അത് അത്യന്താപേക്ഷിതമാണ്. അതിന് നമുക്ക് ഒപ്പം തന്നെ ഔട്ട്സൈഡിന് ഒരു വലിയ മെസ്സേജ് കൊടുക്കണം. അതിലൊരു വലിയ തടസ്സമായിട്ട് നിൽക്കുന്ന ഹർത്താലാണ്. അപ്പോൾ അത് ആരുടെ ഭാഗത്തു നിന്നായാലും ഹർത്താൽ നമ്മൾ ഒഴിവാക്കിയെടുക്കണം. അതിനൊരു പിന്നീട് കോൺസെൻസ് രൂപീകരിക്കണം. തീർച്ചയായും അത് സംബന്ധിച്ച ആലോചനകൾ എനിക്ക് നിയമസഭ ചേർന്ന ദിവസം തന്നെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷം അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നതൊക്കെ വലിയ കാര്യമാണ്. അതെ 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 മാറ്റത്തിൻ്റെതാണ്. മാറട്ടെ. അജിത് കുമാർ, ഒപ്പം ഇപ്പം നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന പ്രോഗ്രസ് ഉള്ളത് എവിടെയൊക്കെയെന്ന് പരിശോധിച്ചാൽ വിദ്യാഭ്യാസം നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല പല ജനറൽ ഹോസ്പിറ്റലുകളിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകൾ വന്നു, കാത്ത് ലാബുകൾ വന്നു, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വീണ്ടും സർക്കാർ മുന്നിൽ കൊണ്ടുവരുന്നു. സ്വകാര്യ മേഖലയിലെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് തന്നെ ചെലവ് കുറഞ്ഞ പൊതുജനാരോഗ്യ മേഖലയിൽ കേരളം അത്ഭുതാവഹമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് നടത്തുന്നില്ലേ സമീപകാലത്ത്? തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലാണ് ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു കുതിപ്പ്. ഇപ്പോൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലാണ്. പലർക്കും അറിഞ്ഞൂടത്. ഓരോ ദിവസവും 3800 മുതൽ 4000 പേര് എറണാകുളത്ത് മാത്രമല്ല തൃശ്ശൂർ, പാലക്കാട് നിന്ന് ജനങ്ങൾ വരുന്നുണ്ട്. അവിടെ ഒരു സ്റ്റഡി നടത്തിയത് ഞാൻ 4000 പേരാണ് ഒരു ദിവസം വരുന്നത്. പക്ഷെ അവിടെയും വരുന്നൊരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സർക്കാരിന് അതിൻ്റെ ചിലവിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ എന്നാൽ അവിടുന്ന് കിട്ടുന്ന റിട്ടേൺ എന്താ? ഒന്നുമില്ല. ഒരു സോഷ്യൽ ഇതുണ്ടെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിലും ഈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കടക്കുമോ എന്നാണ് എനിക്ക് പേടി. കാരണം ഇപ്പോൾ തന്നെ തോമസ് ഐസക് ഒരു കാര്യം പറഞ്ഞല്ലോ, അവർ ഇങ്ങനെ മെഡിക്കൽ കോർപ്പറേഷൻ ഇങ്ങനെ കൂടുതൽ പണം അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡബിൾ ആവണം എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ എത്ര പണം കൊടുത്താലും അവർക്ക് പോരാ എന്നൊരു നിലവാരത്തിലേക്ക് അവർ വന്നിരിക്കുന്നു. ഇതാണ് എനിക്കൊരു പേടി. ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഫ്രീ മെഡിക്കൽ കെയർ എന്നുള്ളത് നമ്മൾ അത്രയും ഒരു ലെവലിലെത്തിയാൽ എന്തു പറ്റുമെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാരാരാണ് എന്നുള്ളൊരു പ്രശ്നം വരും. കാരണം എല്ലാവരും ഇപ്പം അങ്ങോട്ട് പോവാണ്. എല്ലാവരും ഇപ്പം മെഡിക്കൽ ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. എനിക്ക് നന്നായിട്ടറിയാം സാമ്പത്തികമായിട്ട് മുന്നോട്ടുള്ളവരും ഇപ്പം അങ്ങോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്രയും നല്ല കെയറാണ്. അപ്പോൾ അത്രയും നല്ല കെയർ നമ്മൾ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നൊരു എൻ്റെ പേടി എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു താങ്ങാൻ പറ്റുന്നതിനേക്കാൾ ലെവലിലേക്ക് മാറും. അപ്പോൾ എന്താ പറ്റുന്നത്? അവിടെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ കൊണ്ടുവരേണ്ടി വരും. ശരി, ആ സ്റ്റേജ് വരുമ്പോൾ ഇത് തിരിച്ചടിക്കാൻ പാടില്ല. ആ ഒരു ഫിയർ എനിക്ക് മെഡിക്കൽ നമുക്കൊരു യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇപ്പോൾ വിദേശ രാജ്യങ്ങളോ ബ്രിട്ടനോ ഒക്കെ പോലെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് അത് ഈ പറയുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ അങ്ങനെ ഏർപ്പാടാക്കി കൊടുക്കുക, അതിൻ്റെ ചെലവ് താങ്ങുക എന്നുള്ളത് എത്രമാത്രം ഫീസിബിൾ ആണെന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. പിന്നീട് നമ്മൾ ജനറൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒന്നും അത് പർവ്വതീകരിക്കാൻ പറ്റില്ല, അത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോട്ടൺ ഹിൽസ് ഹൈസ്കൂള് തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ രംഗത്ത് വളരെ അത്ഭുതപൂർവ്വമായിട്ടുള്ള പ്രകടനം നടത്തുന്നതാണ്. അത് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് എന്താണെന്ന് പറഞ്ഞാൽ ആ അന്തരീക്ഷം ഈ എല്ലാ സ്കൂളിലും എല്ലാ ഹോസ്പിറ്റലിലും ഒരുക്കിയാലും അതവിടെ വരില്ല, അതേ ലെവലിൽ വരത്തില്ല, അതേ ക്വാളിറ്റിയിൽ വരില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ സമീപകാലത്ത് ഇപ്പം കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ അതുപോലെ ഈവനിങ് OP ഇവിടങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം വലുതാണല്ലോ. അതെ അതെ. പക്ഷേ ഇതെല്ലാം തന്നെ പിന്നീട് ഈ എല്ലാ ക്ലാസ് ആളുകൾക്കും ഇത് പിന്നീട് അക്സസിബിൾ ആകത്തില്ല. ആ രീതിയിൽ തന്നെ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ വരും. പിന്നെ നമ്മളെന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് ഈ ഹെൽത്തിലും പിന്നീട് എഡ്യൂക്കേഷനിലും നടത്തിയ പ്രവർത്തനം കൊണ്ടാണ് ലോകത്ത് ഇത്രയധികം ശ്ലാഘിക്കപ്പെടുന്നത്. അതിന് ഗവൺമെന്റ് ഇത്തിരി പൈസ ചെലവഴിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല എന്നുള്ള അഭിപ്രായമാണ്. ശരി, എന്തായാലും തോമസ് ഐസക്കിന്റെ 4ാമത്തെ ബജറ്റിനെ കുറിച്ചുള്ള അവലോകനമായിരുന്നു. വളരെ നന്ദി ശ്രീ അജിത് കുമാർ, ശ്രീ മാർട്ടിൻ പാട്രിക് സംസാരിച്ചതിനൊപ്പം ഡോക്ടർ തോമസ് ഐസക്കിനും വലിയ നന്ദി. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.